3-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ രാത്രിയിലെ ചിന്തയ്ക്കായി വായിക്കാം. ഒരാൾക്ക് അത് ശബ്ദം ഉയർത്തി മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. കർത്താവിന്റെ നല്ല നാമം ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യ മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു രാത്രിയിൽ ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. ആമേൻ. സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുന്നിടത്ത് സ്തോത്രം പറയേണ്ട ആവശ്യമില്ല. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഹല്ലേലൂയ പറയേണ്ട ആവശ്യമില്ല. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവൻ അറിയാതെ ആമേൻ പറഞ്ഞു പോകും, അറിയാതെ സ്തോത്രം പറഞ്ഞു പോകും. ആമേൻ. ഈ ആരാധനയെങ്കിൽ കർത്താവിൻ്റെ ദാസൻ ആരാധനകൾക്ക് നേതൃത്വം നൽകിയപ്പോൾ എൻ്റെ അകത്ത് ഞാൻ തിരിച്ചറിഞ്ഞൊരു മണ്ഡലമുണ്ട്. എൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ഒരാത്മ സാന്നിധ്യമുണ്ട്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. രാവിലെ പറഞ്ഞ പദം വീണ്ടും ആവർത്തിക്കുകയാണ്. യേശുവിന് നിങ്ങളെ വേണം. ഇതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം എന്നോട് വീണ്ടും വീണ്ടും ആ പദം ആവർത്തിക്കാൻ പറയുന്നു. ഈ പട്ടണം നിങ്ങൾക്കുള്ളതാണ്, ഈ ദേശം നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങളുടേതാണ്. ആമേൻ. വായിച്ച വേദഭാഗത്തിലേക്കും ഇന്ന് രാത്രിയിൽ മടങ്ങി വരാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അത് പ്രസംഗിക്കപ്പെടുമ്പോൾ വളരെ ശക്തമായ ആത്മാവിൻ്റെ മണ്ഡലം, ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ തുറക്കപ്പെടും. ഇത് തിരിച്ചറിയുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കരുത്. ദയവ് ചെയ്ത് ഈസ് മൈ റിക്വസ്റ്റ്. പേനയുള്ളവരുണ്ട്, ബുക്കുകൾ കൊണ്ട് ഇത് എഴുതിയെടുക്കുന്നവരുണ്ട്, ഞാൻ കാണുന്നു നിങ്ങളെ. പക്ഷേ നിങ്ങളിതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ടച്ച് ചെയ്യുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിനോട് പ്രതികരിച്ചു തുടങ്ങണം, നിങ്ങൾ ഇതിനോട് തിരിച്ച് സംസാരിച്ചു തുടങ്ങണം. ഗലാത്യ ലേഖനം പൗലോസ് സഭകൾക്ക് എഴുതിയ ലേഖനമാണ്. പൗലോസിൻ്റെ 13-14 വടിവുറ്റ ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ കാണുവാൻ നമുക്ക് കഴിയും. എല്ലാ ലേഖനങ്ങളും പൗലോസ് എഴുതുമ്പോൾ വ്യക്തമായ ഉദ്ദേശം തനിക്കുണ്ട്. ആമേൻ. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ, ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ, എഫേസർക്ക് ലേഖനം എഴുതിയപ്പോൾ, ഒന്നെങ്കിൽ ഒരു ജനതയ്ക്ക്, ഒരു വ്യക്തിക്ക്, ഒരു ചർച്ചിന്, അങ്ങനെ പല ഉദ്ദേശങ്ങളാൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഗലാത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലം പറയുകയാണ്. ഗലാത്യയിലുള്ള ഒന്നിലധികം സഭകൾക്ക്, ഇതൊരു സഭയ്ക്കുള്ള ദൂതല്ലായിരുന്നു, ഒരു വ്യക്തിക്കുള്ള ദൂതല്ലായിരുന്നു, ഒരു പട്ടണത്തിലെ ഒന്നിലധികം സഭകൾക്കുള്ള ദൂതാണ്. ഈ ദൂത് ഒന്നിലധികം സഭകൾ ആവർത്തിച്ച് പഠിക്കേണ്ട ദൂതാണ്. എന്താണ് പൗലോസ് ഇതേ ഉദ്ദേശത്തോടെ ഗലാത്യ സഭകൾക്ക് ഈ ദൂത് എഴുതാനുള്ള കാരണം? ഒറ്റക്കാരോട് ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ്. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട നിങ്ങൾ ഇപ്പോൾ വിശ്വാസ ജീവിതം തുടരുമ്പോൾ തന്നെ നിങ്ങൾ ശാപങ്ങൾ കടിമകളാണ്. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ ശാപത്തെ കൂടെയാണ് ചുമക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ പൗലോസ് ഇത് വ്യാജമാണ് എന്ന ബോധ്യം ഗലാത്യർക്ക് പഠിപ്പിക്കേണ്ടതിന് ഈ ലേഖനം എഴുതുകയാണ്. 3-ാം ലേഖനം, ഈ ഗലാത്യ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം നാം വായിച്ച ഇതേ അധ്യായം ഗലാത്യയിലെ വിശ്വാസികളെ പൗലോസ് ഒരു പേര് ചേർത്ത് വിളിക്കുകയാണ്. ആ പേര് നല്ല പേരാണ്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ആമേൻ. അതൊരു നല്ല പേരാണ്. കാരണം യേശുക്രിസ്തു ആരാണെന്നും ഈ ന്യായപ്രമാണമല്ല നിങ്ങളെ വിടുവിച്ച എന്ന സത്യം കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടും ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ആരൊക്കെയോ നിന്റെ മേൽ ശാപമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ചില ശൂദ്രപ്രയോഗങ്ങളുടെ അകത്ത് നിങ്ങളുടെ വിശ്വാസം മുങ്ങിപ്പോയപ്പോൾ ഗലാത്യയിലെ തൻ്റെ വിശ്വാസികളെ പൗലോസ് വിളിക്കുകയാ. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു
ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വരച്ചു കാട്ടി തന്നിട്ടും വീണ്ടും നിങ്ങളെ ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത്, വീണ്ടും നിങ്ങളെ ഈ ശൂദ്രപ്രയോഗങ്ങളൊക്കെ ചെയ്ത് മയക്കി കളയുവാൻ കഴിയുന്ന യേശുവിനേക്കാൾ കരുത്തുള്ള ശക്തി ഏതാണെന്നാണ് പൗലോസ് ഗലാത്യരോട് ചോദിക്കുന്നത്. ഇന്നു രാത്രിയിൽ ഈ ശബ്ദം ഈ ഹോളിൻ്റെ അകത്ത് ഉയർത്തി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിഷേകത്തെ, നിങ്ങളുടെ ആത്മമനുഷ്യനെ വീണ്ടും ശാപത്തിൻ്റെ നെറുകയിൽ കൊണ്ടുപോകുവാൻ, പാപത്തിൻ്റെ ആഴക്കടലിൽ തള്ളിയിടുവാൻ വ്യാപരിക്കുന്ന ശൂദ്രപ്രയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ഇന്നു രാത്രിയിൽ ആത്മമണ്ഡലത്തിൽ യുദ്ധങ്ങൾ ആരംഭിക്കുവാൻ കരുത്തുള്ള ആത്മമനുഷ്യന്മാർ റാഫ ചർച്ചിലുണ്ടെങ്കിൽ അവരുടെ കരം മാത്രം ഉയർത്തിപ്പറ, എന്നെ ബുദ്ധിയില്ലാത്തവനാക്കി കളഞ്ഞ് ഒരു ശൂദ്രപ്രയോഗങ്ങൾക്കും ഒരു മന്ത്രവാദിയുടെ ആഭിചാര കുരുക്കുകൾക്കും ഒരു മതപുരോഹിതന്മാരുടെ പഠിപ്പിക്കലുടെ അകത്തും ഞാനൊരു ശാപമാണെന്ന് പറഞ്ഞെന്നെ കയറ്റുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരത്തിൽ ഇന്ന് വരെ തൂങ്ങിയിട്ടുള്ളവരെല്ലാം ശാപത്തിന്റെ പേരിൽ കേറിയവരാ. അവർ കേറിയത് മുഴുവൻ അവർ ചെയ്ത തെറ്റിന്റെ പ്രതിഫലമാണ്. അവർ കയറിയത് മുഴുവൻ അവരാൽ നിയോഗിക്കപ്പെട്ട തെറ്റുകൾക്കുള്ള ഉത്തരമാണ്. എന്നാൽ ഇന്നേക്ക് 2024 വർഷത്തിന്റെ മുൻപ് കാൽവറിയിൽ ഒഴുകപ്പെട്ട ഒരു രക്തമുണ്ട്. കാൽവറിയെ വിശുദ്ധമാക്കിയ ഒരു രക്തമുണ്ട്. മാനവകുലത്തിന്റെ പാപത്തെ കഴുകിയ ഒരു രക്തമുണ്ട്. നിന്നെ വീണ്ടെടുത്തിയ ഒരു രക്തമുണ്ട്. പത്രോസിന്റെ ഭാഷ ഇങ്ങനെയാണ്, അല്ലയോ നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിന്റെ പുണ്യാക രക്തത്താലല്ലയോ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റർത്ഥമേ ഉള്ളു, യേശു മരത്തിൽ കയറിയത് യേശു ശപിക്കപ്പെട്ടവനായതുകൊണ്ടല്ല, എന്റെ ശാപത്തെ ശിരസിൽ സ്വീകരിച്ചുകൊണ്ട് ആദാമിക വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, അഖില കോടാകോടി ജനതയുടെ വിടുതലിനു വേണ്ടി, അഖില ചരാചരത്തിന്റെ ഉടയവൻ 2024 വർഷത്തിന് മുൻപ് കാൽവറിയിൽ മൂന്നാണികളുടെ മേൽ തൂങ്ങിയത് നീ ശാപത്തിൽ നിന്ന് പുറത്തു വരാനാണ്. നീ ചുമക്കേണ്ട ശാപത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അഴിയുന്ന രാത്രിയാ. നീ ചുമക്കുന്ന ശാപം, നീ ചുമക്കുന്ന പാപം, ഇന്നു രാത്രിയിൽ അതിനൊറ്റുത്തരമേ ഉള്ളൂ. ആ ഉത്തരമാണ് യേശു. ആമേൻ. ശാപമുണ്ടെന്ന് പഠിപ്പിക്കലുകൾ വർദ്ധിച്ചു വരികയാണ്. ശാപമുണ്ടെന്ന് ഒരുപാട് പേര് പറയുകയാണ്. ഈ പ്രശ്നം 1-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർക്ക് ഒരിക്കലും വിടുതലുകളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. എന്നും നിങ്ങൾക്ക് പോരാട്ടങ്ങളാണ്. ചവിട്ടുന്ന ടൈലിന്റെ അടിയിൽ പോലും നിങ്ങളുടെ മേൽ പോരാട്ടമാണ്. ഇത് പഠിപ്പിക്കുമ്പോൾ ഗലാത്യരോട് പൗലോസ് പറയുക, നോ, നിങ്ങൾ ചുമക്കേണ്ടത് ശാപത്തെയല്ല, നിങ്ങൾ ചുമക്കേണ്ടത് അനുഗ്രഹത്തെയാണ്. നിങ്ങൾ ചുമക്കേണ്ടത് ശാപത്തെയല്ല, നിങ്ങൾ വിളിക്കപ്പെട്ടത് സാന്നിധ്യത്തെ ചുമക്കാനാണ്. എൻ്റെ മേൽ ഫരമേൽപ്പിക്കപ്പെട്ടത് ശാപമല്ല, എൻ്റെ തലയ്ക്കുമേൽ ഫരമേൽപ്പിക്കപ്പെട്ടത് സാന്നിധ്യമാണ്. ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യത്തിന് നിങ്ങളെ കഴുകുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളിൽ പുതുക്കം വരുത്തുവാൻ കഴിയും. എങ്ങനെ ശാപത്തിൽ നിന്ന് പുറത്തു വരാം എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ എറിഞ്ഞു കൊടുക്കുക, സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ വിട്ടുകൊടുക്കുക. സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഏകീകൃതമാക്കുക. സാന്നിധ്യമല്ലാതെ എന്നെ നിയന്ത്രിക്കുവാൻ വേറെ ഒരു ശക്തിക്ക് കഴിയരുത്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ സാന്നിധ്യത്തെ ചുമക്കുവാൻ വിളിക്കപ്പെട്ടവരുണ്ട്, സാന്നിധ്യത്തിൽ സഞ്ചരിച്ചവരുണ്ട്. ശാപം ചുമക്കേണ്ടവൻ സാന്നിധ്യത്തെ ചുമന്നപ്പോൾ അവന്റെ വഴികൾ വിശാലതയിലേക്ക് പ്രവേശിച്ചു. എങ്ങനെ നിന്റെ വഴികൾ വിശാലതയിലേക്ക് നിനക്ക് കയറാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, നിന്നെ കൺട്രോൾ ചെയ്യുന്നത് സാന്നിധ്യമായിരിക്കണം. നിന്നെ കഴുകേണ്ടത് ദൈവ സാന്നിധ്യമായിരിക്കണം. ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാം. ആത്മിക മനുഷ്യൻ പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ അവൻ വളരുമ്പോൾ അവൻ സാന്നിധ്യത്തിൽ വളരപ്പെടണം. അവൻ്റെ മെച്യൂരിറ്റികൾ സാന്നിധ്യത്തോട് ബന്ധപ്പെട്ടു വരണം.
ഇത് വന്നാലുള്ള ഗുണം എന്താണെന്നറിയാമോ? പിതാക്കന്മാരിൽ നിന്ന് തുടർന്നു വരുന്ന ശാപങ്ങൾ അഴിഞ്ഞു തുടങ്ങും. പിതൃപാരമ്പര്യമായി വരുന്ന രോഗങ്ങൾ അഴിഞ്ഞു തുടങ്ങും. പാസ്റ്റർ, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അതെൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് എന്നിലും പിടിച്ചതാണ്. അല്ലയോ പാസ്റ്റർ, എൻ്റെ പപ്പയുടെ 2 കിഡ്നിയും ഫെയിലായി, അദ്ദേഹം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. ഈ രോഗം എന്നിലേക്ക് വന്നത് ഇത് പാരമ്പര്യമാണ്. പാരമ്പര്യ രോഗങ്ങൾ ചുമക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്നെ സാന്നിധ്യത്തെ ചുമക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് പറയുന്ന ഒരു നോർമലായ പറച്ചിലാണിത്. ഇത് എൻ്റെ അപ്പനുണ്ടായിരുന്നു, ഇതെൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു, ഇത് അവരിൽ നിന്ന് വന്ന ശാപമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, നിന്നെ അതിനല്ല വിളിച്ചത്. നിന്റെ അപ്പനുണ്ടായിരുന്ന രോഗം നിന്നെ പിടിക്കത്തില്ല, നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന രോഗം നിന്നെ പിടിക്കത്തില്ല. നീ സഞ്ചരിക്കുന്നത് സാന്നിധ്യത്തിലാണ്, നീ സഞ്ചരിക്കുന്നത് അനോയിന്റിങ്ങിലാണ്, നീ സഞ്ചരിക്കേണ്ടത് അഭിഷേകത്തിലാണ്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം സുവിശേഷങ്ങളിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിച്ച് ഇതിലേക്ക് മടങ്ങി വരാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം ഇതിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇത് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഒരു പട്ടണത്തിന്റെ സ്വഭാവമാണ്. ശിഷ്യന്മാർക്ക് പുതിയ അറിവുകളില്ല, ശിഷ്യന്മാർക്കുള്ളത് മുഴുവൻ പഴയ അറിവുകളാണ്. യേശു വന്നതിൻ്റെ ഉദ്ദേശം ഇവർക്കറിയത്തില്ല. അതുകൊണ്ട് ഇവരുടെ മുൻപിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇവർ വിലയിടുന്നത് ഇവരുടെ മനസ്സിലെ അറിവുകൾ വെച്ചാണ്. ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം, നിന്റെ അറിവുകളെക്കാൾ വലുതാണ് യേശു എന്ന സത്യം. നിന്റെ ബുദ്ധിയേക്കാൾ വലുതാണ് യേശു എന്ന മനുഷ്യൻ. നിന്റെ അറിവുകൾക്ക് പരിമിതികളുണ്ട്, പക്ഷേ യേശുവിനെ കുറിച്ച് അറിയുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, സാന്നിധ്യത്തിലേക്ക് കയറുക. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഇങ്ങനെ ആയതിന്റെ കാരണം എന്താണെന്ന്. ഇവരുടെ പഴമകളിലേക്ക് മടങ്ങുകയാണ്, ഇവരുടെ അറിവുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. യേശുവിനോട് ചോദിക്കുകയാണ്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ്. ഇതൊരു തെറ്റല്ല, ഇത് ശരിയായ അറിവിൽ നിന്നുള്ള ചോദ്യമാണ്. കാരണം ആവർത്തന പുസ്തകം പറയുന്നു, അന്ധത ശാപത്തിൽ നിന്ന് വരുന്നതാണ്. അന്ധതയുടെ പ്രധാന കാരണം അത് ആരൊക്കെയോ ചെയ്ത ദൈവകോപത്തിന്റെ ശാപങ്ങളാണ്. ആവർത്തന പുസ്തകം 28 വളരെ വ്യക്തമായി പറയുന്നു, വായിക്കണ്ട. അന്ധത ശാപത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അടുത്ത ചോദ്യം, ഇത് അമ്മയിൽ നിന്ന് വന്നതാണോ അപ്പനിൽ നിന്ന് വന്നതാണോ? കാരണം പഴയ നിയമം പറയുന്നു, പിതാക്കന്മാരുടെ അകൃതങ്ങൾ, അവർ ചെയ്ത തെറ്റുകൾ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ വ്യാപരിക്കും. ഇത് പിതാക്കന്മാരിൽ നിന്ന് കൈമാറി വന്ന പാപത്തിന്റെ ഉത്തരമാണ്. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ കുരുടനായി പോയത്. പക്ഷേ യേശുവിന് പറയാനുള്ളത് പഴം കഥകളല്ല. യേശുവിന് പറയാനുള്ളത് ആ പട്ടണത്തിന്റെ ചരിത്രമല്ല. നോക്കുന്ന ശിഷ്യന്മാരുടെ കണ്ണിൽ, നോക്കുന്ന സമൂഹത്തിന്റെ കണ്ണിൽ, നിന്നെ അറിയാവുന്ന എല്ലാ മനുഷ്യന്റെ കണ്ണിലും നീ ചുമക്കുന്ന ശാപത്തിന് 100 കാരണങ്ങളുണ്ട്. പക്ഷെ എൻ്റെ യേശുവിന്റെ സന്നിധിയിൽ നീ ചുമക്കുന്ന ശാപങ്ങൾക്ക് കാരണങ്ങളില്ല. നിന്റെ വിഷയങ്ങളെ ദൈവപ്രവർത്തികളാക്കി ഞൊടി നേരം കൊണ്ട് മാറ്റുവാൻ ഇന്നു രാത്രിയിൽ കഴിവുള്ളവൻ, കരുത്തുള്ളവൻ, ബലമുള്ളവൻ, ശക്തനായവൻ ഇന്നു രാത്രിയിൽ ഇതിന്റെ അകത്തിറങ്ങി വരികയാണ്. നീ പഠിച്ചു വെച്ചിരിക്കുന്ന പഴങ്കഥകളെ ഷട്ടറിട്ട് പൂട്ടുക. നിനക്കറിയാവുന്ന ശാപത്തിന്റെ വാക്കുകളോട് ഗുഡ് ബൈ പറയുക. നിനക്കറിയാവുന്ന പഴങ്കഥകളെ അടച്ചു പൂട്ടുക. നീയും നിന്റെ കുടുംബവും അനുഭവിക്കുന്നത് ശാപമല്ല, ഇതിന്റെ പിന്നിലൊരു ദൈവ പ്രവൃത്തിയുണ്ട്.
Horalabana hamdarariam shalara hamdalaria dorobi hamdalara hudabana waidabana hamdala saboriam thaleria labara hamda durubi shikibi hamde. ഇതിന്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്, മറഞ്ഞിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. എനിക്കറിയാം, ഇത് ഞാൻ പറയുമ്പോൾ ഇന്നു രാത്രിയിലും ഒരുപാട് ചോദ്യത്തിന്റെ നടുവിൽ വന്നിരിക്കുന്നവരുണ്ട്. എനിക്കൊരു വിടുതലുണ്ടോ? എനിക്കൊരു അനുഗ്രഹത്തിന് ഇനിയും സാധ്യതയുണ്ടോ? ഇനിയൊരു ദൈവിക പ്രവൃത്തി എൻ്റെ മേൽ സംഭവിക്കുമോ? ഇന്നു രാത്രിയിൽ ഞാൻ പറയാം, ഇതൊരു നിവർത്തീകരണത്തിന്റെ രാത്രിയാ. പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ പദം ആവർത്തിക്കുകയാണ്. ഇന്നു രാത്രിയിൽ നീ കയറിയത് ചിലത് നിന്റെ കണ്ണിൽ കാണാനാണ്, ചിലത് നിവർത്തീകരിക്കാനാണ്, ചിലതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ രാത്രി. സാന്നിധ്യത്തിന് നിന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയും. സാന്നിധ്യത്തിന് നിന്നിൽ വെളിപ്പെടേണ്ട ദൈവപ്രവർത്തികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. 3 പ്രവർത്തികൾ വേദപുസ്തകം പറയുന്നു. മാനുഷികമായ പ്രവർത്തികൾ, പിശാചിന്റെ പ്രവർത്തികൾ, 3 ദൈവപ്രവർത്തികൾ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ വന്നത്. നിന്റെ മേൽ കിടക്കുന്നതിനെ അഴിക്കാൻ കരുത്തുള്ളവനാണ് അവൻ. മാനുഷികമായ പ്രവർത്തികൾ ഇന്നു രാത്രിയിൽ ഗുഡ് ബൈ പറ. ഈ കഷ്ടത, ഈ ക്ഷാമം ഒരു ദൈവിക വിടുതലിനു വേണ്ടിയാണ്. ഇത് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ചിട്ട് യേശു പോകുകയല്ല. എന്താണ് ദൈവപ്രവൃത്തി എന്ന് യേശു കാണിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് പോയായിരുന്നുവെങ്കിൽ 9-ാം അധ്യായം ഇതുകൊണ്ട് തീരുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണ് അത് ഞാൻ തെളിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, കഴിഞ്ഞ 8 ദിവസം 8 ദൈവദാസന്മാർ അനേകം മണിക്കൂറുകൾ പ്രസംഗിച്ച യേശു ആരാണെന്ന് ഇന്നു രാത്രിയിൽ തെളിയിക്കാൻ പോകുകയാ. അവൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഇന്നു രാത്രിയിൽ നീ കാണാൻ പോകുകയാ. നീ പ്രസംഗിച്ച് കേട്ട യേശു ആരാണെന്നുള്ള സത്യത്തെ ഇന്നു രാത്രിയിൽ തിരിച്ചറിയുന്നവരോട് ഒരു ദൈവശബ്ദം ഞാൻ പറയാം. നീ പ്രസംഗങ്ങളെ പൂട്ടുന്ന രാത്രിയാണ്. പ്രസംഗിച്ച യേശു ആരാണെന്ന് തിരിച്ചറിയാൻ പോകുന്ന രാത്രിയാണിത്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന് ഇവനെ ആളുമാറ്റാൻ കഴിയും. ദൈവ സാന്നിധ്യത്തിന് ഇവനെ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ആ 9-ാം അധ്യായം തന്നെ താരോട്ട് വായിച്ചു വന്നേ. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പമാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. അതെ, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. മതി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകി കളയണം എന്ന് പറഞ്ഞു. ഇത് അവൻ ചെയ്യേണ്ട കാര്യമാണ്. ദൈവിക പ്രവർത്തികൾ വേണമെങ്കിൽ നീ സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങണം. നിങ്ങൾ നോക്കിയേ, ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് യേശു കാണിക്കുന്നത് എക്സാക്ട്ലി അവനെ വേദനിപ്പിക്കുന്നതാണ്. എന്നും തുപ്പൽ നിന്നയെ കാണിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ തുപ്പിയാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കാം? എന്നും ഈ അവസ്ഥ നിന്നയെ മാത്രം കാണിക്കുകയാണ്. യേശു ഇവന്റെ മേൽ ചെയ്യാൻ പോകുന്ന ദൈവപ്രവൃത്തി എന്താണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. യേശു നിലത്തേക്കൊരു തുപ്പ് തുപ്പുകയാണ്. അവൻ തുപ്പിയിട്ട് ആ തുപ്പൽ കൊണ്ട് ഒരു ചേറുണ്ടാക്കുകയാണ്. ഈ ചേർ ഇവന്റെ കണ്ണിന്മേൽ പൂശുകയാണ്. നല്ല കാഴ്ചയുള്ള ഒരുവന്റെ കണ്ണിലേക്ക് ഒരു പിടി മണ്ണിട്ടാൽ അവന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ അന്ധനായവന്റെ 1% കാഴ്ചയുണ്ടെങ്കിൽ യേശു ആദ്യം ചെയ്തത് ഇത് അടയ്ക്കുകയാണ് ചെയ്തത്. ഒറ്റ കാര്യമേ ഉള്ളൂ, സിമ്പിളായി പറയാം. നീ ഇനിയും ശീലോഹോമിൽ പോകുന്നത് നീ ഒറ്റയ്ക്ക് പോകണം. നീ ശീലോഹോമിൽ പോകുന്നത് അവിടെ ചെന്നിട്ട് നീ പറയരുത് ഇന്നലെ എന്നെ സഹായിച്ച അനേകരുണ്ടായിരുന്നു. ഇത് നീ തന്നെ ചെയ്തേ പറ്റൂ. ഇവന്റെ കണ്ണ് പൂർണ്ണമായി യേശു അടയ്ക്കുന്നതിന്റെ കാരണം ഇതാണ്. നിന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളെന്നുള്ള തിരിച്ചറിവാണ്.
എന്നും നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല, എന്നും നിന്നെ കയറ്റി നിർത്താൻ ആരും കാണത്തില്ല. നിന്ദകൾ വരുമ്പോൾ മടിക്കരുത്, അതൊരു ദൈവപ്രവൃത്തിക്കാണ്. ഇവനെ തുപ്പുമ്പോൾ, തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കുമ്പോൾ, ചേർ ഇവന്റെ കണ്ണിന്മേൽ പൂശുമ്പോൾ, ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ പറഞ്ഞു ഇന്നലെ വരെ എന്റെ കണ്ണിൽ 1% കാഴ്ച യേശുവിനെ കുറിച്ച് ഞാൻ കേട്ട വാർത്ത ഇതൊന്നുമല്ല. ലാസറിന്റെ വീട്ടിൽ ചെന്ന് ലാസറിനെ പുറത്തു വരുത്തുന്നു, യായിറോസിന്റെ വീട്ടിൽ ചെന്ന് കുഞ്ഞിനെ പുറത്തു വരുത്തുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടു പരിചയമുള്ള യേശു എന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എന്താ യേശുവിന്റെ സ്വഭാവം ഇങ്ങനെ? ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യമാ. അച്ചായന് ബ്ലെസ്സിങ് പെട്ടെന്ന് കൊടുത്ത് എന്റെ കാര്യത്തിൽ എന്താണ് ഈ പ്രശ്നം? യേശുവിന് ഒരു വഴിയല്ല, 100 വഴികളാണുള്ളത്. എന്നെ അനുഗ്രഹിച്ച വിധമല്ല നിന്റെ അനുഗ്രഹം, എന്നെ മാനിച്ച മാന്യതകളല്ല നിന്റെ മാന്യത. നീ ശീലോഹോമിൽ പോകാൻ തയ്യാറായാൽ നിന്റെ അടഞ്ഞ കണ്ണിനെ തുറക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഇന്നു രാത്രിയിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഇതുവഴി പോയാൽ മാത്രമല്ല വിടുതലുകൾ, യേശുവിന് ഏതു വഴിയിൽ കൂടിയും നിന്നെ വിടുതലിൽ എത്തിക്കുവാൻ യേശുവിന് കഴിയും. ഇതിന് വിധേയപ്പെടുക എന്നത് മാത്രമാണ് ഏക വഴി. ഇതിന് അനുസരണയുള്ള ഒരു മനോഭാവത്തിലേക്ക് വരികയാണ്. അനുസരണമാണ് അനുഗ്രഹത്തിന്റെ കുറുക്കുവഴി. നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു. അനുഗ്രഹത്തിന്റെ കുറുക്കുവഴി എന്താണ്? അനുസരണം. അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. സിമ്പിളാണിത്. അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇവിടെയും ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് പറയാം. അപ്പോൾ ഇവൻ ശീലോഹോമിലേക്ക് പോയെന്ന് ഈ 9-ാം അധ്യായം പറയുകയാണ്. ഇവൻ പോകുമ്പോൾ ഇവന്റെ അകത്ത് കത്തുന്ന ഒരു തീയുണ്ട്. ഇവനെ ശീലോഹോമിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച ഒരു പ്രേരക ഘടകമുണ്ട്. എന്താണെന്നറിയാമോ? യേശുവിനോട് കൂടെ വന്നവർ പോലും പറഞ്ഞത് ഇതിവന്റെ അപ്പന്റെയും അമ്മയുടെയും പാപമാ. ഇത് കേട്ടിവന്റെ ചെവി തഴമ്പിച്ചിരിക്കുകയാണ്. എന്നെ കാണുന്നവർ മുഴുവൻ എന്നെ നോക്കി പറയുന്നത് നീ ശാപത്തെ ചുമക്കുന്നവനാണ്, നീ പാപത്തെ ചുമക്കുന്നവനാണ്. ഈ വാക്കുകേട്ട് മടുത്തിരിക്കുന്ന ഈ കുരുടനോട് പറയുക, നീ ശീലോഹോം കുളത്തിൽ പോകുക. നിങ്ങൾ ഇന്നുവരെ കേട്ട ശാപത്തിന്റെ വാക്കുകൾ കൊച്ചുത്തരമേ ഉള്ളൂ, ശീലോഹോമിൽ പോകുക. നിങ്ങൾ ഇറങ്ങുക എന്നതാണ് ഇതിന്റെ ഉത്തരം. ഇതിവനെ വേദനിപ്പിക്കുന്ന വാക്കുകളാണെങ്കിലും ഇവൻ സ്റ്റെപ്പ് വെക്കുകയാണ്. ആദ്യമൊക്കെ നെഗറ്റീവുകൾ ചിന്തിച്ചോ, പക്ഷേ ടൈമിൽ സ്റ്റെപ്പ് വെച്ചോണം. എത്ര നെഗറ്റീവ് മനസ്സിൽ ഓടിയെത്തിയാലും സ്റ്റെപ്പ് വെച്ചോണം. യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നത് കാണാൻ മറിയ ഓടിയെത്തിയെങ്കിലും തലേന്ന് രാത്രിയിൽ ഒത്തിരി ചോദ്യം വന്നു കാണും. നോർമൽ പ്രസംഗങ്ങളാണ്. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, ആര് മുദ്ര പൊട്ടിക്കും, ആര് കാര്യങ്ങൾ അവിടെ ചെയ്യും. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴും അവൾ പോകാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ്. എല്ലാം പ്രതികൂലമായി നിൽക്കുമ്പോഴും നിന്റെ മനസ്സിനെ സാന്നിധ്യത്തിനായി ഒരുക്കിയെടുക്കുക. എല്ലാം പ്രശ്നങ്ങളായി നിൽക്കുമ്പോൾ ഇതെല്ലാം മാറട്ടെ എന്നുള്ളത് പിശാചിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാ. ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് പ്രാർത്ഥിക്കാം, ജനുവരി 1-ാം തീയതി തീരുമാനമെടുക്കാം. ഇത് ഞാൻ പറയാം, പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഇതൊക്കെ നിന്റെ മനസ്സിൽ വരുമ്പോഴും തീരുമാനത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുക. അവിടേക്ക് പോകുന്നില്ല, പോയാൽ വീണ്ടും എൻ്റെ ദൂതിലേക്ക് എനിക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. ഇങ്ങനൊക്കെ യേശുവിന്റെ ഭാഗത്തു നിന്ന് ഒരു വേദന വന്നെങ്കിലും ഇവൻ പോകാൻ തയ്യാറാകുകയാണ്. യേശുവിന്റെ ഭാഗത്തുനിന്ന് ഒരു വേദന വന്നാൽ നിങ്ങൾ പോകാൻ തയ്യാറാകണം. ഈ തുപ്പുക, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കുക, കണ്ണടയ്ക്കുക എന്നുള്ളതൊക്കെ ഇവനെ വേദനിപ്പിക്കുന്ന പദങ്ങളാണെങ്കിലും ഇവൻ പോകാൻ തയ്യാറാകുകയാണ്. നിങ്ങൾ പുറത്തു വരണമെങ്കിൽ പോകാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ടൈം സോണുകൾ തുറക്കണമെങ്കിൽ നിങ്ങൾ ചുവടുകൾ വെക്കാൻ തയ്യാറാകണം. നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങളുടെ കാലുകൾ മുൻപോട്ട് വെക്കണം. ആദ്യ പടി ചവിട്ടാത്ത ആരും ഇന്ന് വരെ 2-ാമത്തെ സ്റ്റെപ്പിൽ കാലു വെച്ചിട്ടില്ല. 2-ാമത്തെ സ്റ്റെപ്പിൽ കാലു വെക്കാത്ത ആരും ഇന്ന് വരെ 3-ാമത്തെ സ്റ്റെപ്പിൽ കാലു വെക്കത്തില്ല. താഴെ നിന്ന് എനിക്ക് പറന്നു കയറാം
എന്ന ചിന്ത ഇരിക്കുമ്പോൾ തന്നെ ഈ 15 സ്റ്റെപ്പ് കയറിയാലും നിനക്ക് മുകളിലെത്താം. ഇന്ന് രാത്രിയിൽ ആരാണ് മുൻപോട്ടൊരു കാല് വെക്കുന്നത്, അവന്റെ ശാപം അഴിയും ഇന്ന് രാത്രി. അപ്പോൾ ഇത്രയും പ്രതിസന്ധികൾ നിൽക്കുമ്പോഴും, യേശുവിന്റെ ഭാഗത്തു നിന്ന് നിന്നയുയരുമ്പോഴും, മറുസൈഡിൽ ഇതുപോലുള്ള നീ പാപിയാണ്, നീ ശാപമാണ്, നിന്റെ അപ്പനും അമ്മയുടെയും സ്വഭാവം ഇങ്ങനെയാണ്, ഇതൊക്കെ ഇവന്റെ മനസ്സിനെ ആഴമായി വേദനിപ്പിക്കുമ്പോഴും എന്തോ യേശു എന്നിൽ ചെയ്യുമെന്നുള്ള വിശ്വാസം. രാത്രിയിലും നിങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ എനിക്കുണ്ടെങ്കിലും, ഈ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടെങ്കിലും, എല്ലാ ഞായറാഴ്ചയും ഞാൻ കേൾക്കുന്നത് വളരെ ശക്തമായ ദൂതുകളാണ്. പക്ഷേ ഞാൻ വീട്ടിൽ ചെല്ലുന്നത് വേദനയാണ്. ഞാൻ ഒരുപാട് ദൂതുകൾ കേട്ടു, പക്ഷേ ഞാൻ വീണ്ടും വേദനയിലേക്ക് പോവുകയാണ്. ഇന്നു രാത്രിയിൽ ഞാൻ പറയാം, നിവർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്. നീ എടുത്ത തീരുമാനമാണ് നിന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് തീരുമാനം. നിങ്ങൾ നോക്ക്, സ്റ്റെപ്പുകൾ വെച്ച ദൈവദാസന്മാർ വേദപുസ്തകത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. എൻ്റെ മുൻപിലിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അനുവാനന്ദന്റെ സഹോദരനാണ്. കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ അനുഗ്രഹീതനായ ഒരു വർഷിപ്പ് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ആൽബി അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്. അദ്ദേഹം ഒരു റാന്നിക്കാരനാണ്. നല്ല പ്രോഗ്രാമുകളുമായി ഞങ്ങളുടെ പട്ടണത്തിൽ അദ്ദേഹം ഇങ്ങനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ റെസ്റ്റ് ഇല്ലാതെ ഓടുന്ന ടൈമിൽ അദ്ദേഹം കാസർഗോഡിലേക്ക് പോകുകയാണ്. എന്താണ് കാസർഗോഡിന്റെ പ്രത്യേകത? കേരളത്തിന്റെ നോർത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന മണ്ഡലമാണ്. പക്ഷേ എനിക്കിന്ന് രാത്രിയിൽ അദ്ദേഹത്തെ ഇരുത്തി പറയാൻ കഴിയും, ഇന്നത്തെ ദൈവദാസനെ പണിതത് റാന്നിയിലിട്ടല്ല, കാസർഗോഡിട്ടാണ്. നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുക. നിങ്ങളുടെ ലൈഫിലും ഇതുപോലത്തുള്ള ടെസ്റ്റ് മണികൾ ഉണ്ടെന്ന് എനിക്കറിയാം. സ്റ്റെപ്പുകൾ വെക്കുക. നെഗറ്റീവുകൾ പറയുന്നതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്നിരിക്കാതെ സ്റ്റെപ്പുകൾ ഇന്നു രാത്രിയിൽ വെച്ച് തുടങ്ങുക. അപ്പോൾ മടങ്ങി വരാം. ഇവൻ ശീലോഹോമിലേക്ക് പോകുകയാണ്. യേശു തൊട്ടയാള് എന്തിന് ശീലോഹോമിൽ പോകണം? യേശു തൊട്ടയാൾ എന്തിന് ശീലോഹോമിൽ പോകണം? ശീലോഹോം എന്നതിനൊരർത്ഥമുണ്ട്. ശീലോഹോമിന് ഒരു നല്ല സ്വഭാവമുണ്ട്. ശീലോഹോം എന്ന് പറയുന്ന കുളം രൂപപ്പെട്ടു വന്നതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. യെരൂശലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലം, അവിടെ ശേഖേന വെളിപ്പെടുമ്പോൾ, ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ മഴ പെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നു. കാലഘട്ടങ്ങളായി ദൈവ സാന്നിധ്യത്തിന്റെ സിംബലുകളായി ആ കാലഘട്ടത്തിൽ മഴ പെയ്യും. സാന്നിധ്യത്തിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പെയ്തിറങ്ങിയ മഴ, ആ വെള്ളം നാളുകളായി ഒഴുകി ഇറങ്ങി വന്ന് 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 അതൊരു കുഴിയിൽ നിറഞ്ഞ് ആ കുഴി ഒരു കുളമായി മാറി. ആ കുളത്തിന് ചരിത്രം പറയുന്ന പേരാണ് ശീലോഹോം കുളം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം, ശീലോഹോം കുളത്തിനുള്ള ചരിത്ര പശ്ചാത്തലം അത് ദൈവ സാന്നിധ്യത്തിന്റെ എവിഡൻസുകളാണ്. അത് ദൈവ സാന്നിധ്യത്തിന്റെ തെളിവാണ്. അത് ദൈവ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന മേഖലയാണ്. സിമ്പിളായി പറയാം, യേശു നിന്നെ തൊട്ടാൽ നീ പോകേണ്ടത് ദൈവ സാന്നിധ്യത്തിലേക്കാണ്. യേശു നിന്നെ തൊട്ടാൽ നീ എത്തേണ്ടത് ദൈവ സാന്നിധ്യത്തിലാണ്. നീ കണ്ണ് ഈ പൊടി തേച്ച് ഈ പ്രയാസപ്പെട്ട് ഈ നിന്നയോടെ വേദനയോടെ നീ പോകേണ്ടത് ശീലോഹോമിലേക്കാണ്. നീ എത്തേണ്ടത് ദൈവ സാന്നിധ്യത്തിലേക്കാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ മടങ്ങി വരേണ്ടത് ദൈവ സാന്നിധ്യത്തിലാണ്. നിങ്ങളുടെ പ്രതിസന്ധികൾക്കുള്ള ഉത്തരം അത് ദൈവ സാന്നിധ്യമാണ്. ഇവൻ ഒത്തിരി പ്രയാസപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് പോകുക. ഞാൻ ആദ്യം പറഞ്ഞ പദം ആവർത്തിക്കാം. ഇവനെ ഇവിടെ ഒത്തിരി പേരാണ് എത്തിച്ചത്. ഇവനെ കരം പിടിച്ച് ഇവനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വണ്ടിയിലേക്ക് എന്നും ഭിക്ഷ യാചിക്കാൻ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരും. പക്ഷേ ശീലോഹോമിലേക്ക് ഇവൻ പോകേണ്ടത് തന്നെയാണ്. ഇവൻ കണ്ണു കഴുകേണ്ടത് തന്നെയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, നിന്റെ പ്രതിസന്ധിയുള്ള അവസ്ഥയെ ഇന്നു രാത്രിയിൽ സാന്നിധ്യം കൊണ്ട് കഴുകണം. നിനക്ക് കാണാൻ കഴിയാത്ത അവസ്ഥകളെ ഇന്നു രാത്രിയിൽ സാന്നിധ്യം കൊണ്ട് കഴുകണം. എന്തോ ഇന്നു രാത്രിയിൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ അകത്തൊരു ഉറപ്പുണ്ട്, ആരുടെയൊക്കെ ഈ അവസ്ഥകളെ ഇന്നു രാത്രിയിൽ സാന്നിധ്യം കഴുകുന്നല്ലോ.
ഇന്നു രാത്രിയിൽ സാന്നിധ്യത്താൽ നീ കഴുകപ്പെടുക, ദൈവ സാന്നിധ്യത്താൽ നീ കുളിക്കുക, ദൈവ സാന്നിധ്യം നിറയുന്ന നിലവാരത്തിൽ നിന്നെ ഇന്നു രാത്രിയിൽ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. Almighty touch. ഇന്നു രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരൊക്കെയോ തൊടുന്നല്ലോ. നിന്റെ ഇല്ലായ്മകളെ, നിന്റെ അന്ധതയെ ഇന്നു രാത്രി ശീലോഹോമിൽ കഴുകുക. Oh Jesus, 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 Jesus. ഇന്നു രാത്രിയിൽ നിന്നെ കഴുകുവാൻ വിട്ടുകൊടുക്കുക. ഒരു സ്പോഞ്ചിന്റെ അകത്ത് വെള്ളം നിറയുന്നത് പോലെ, ഒരു സ്പോഞ്ചിന്റെ അകത്ത് വെള്ളം ആ സ്പോഞ്ചിനെ എടുക്കുന്നത് പോലെ ഇന്നു രാത്രിയിൽ സാന്നിധ്യവുമായി ഒരു ലിങ്കിൽ നീ ചേരുക. വിട്ടുമാറാൻ കഴിയാത്ത സാന്നിധ്യ ബന്ധം നിന്നിൽ ഉണ്ടാകട്ടെ. എങ്ങനെ ശാപത്തിൽ നിന്ന് പുറത്തു വരാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിന്റെ ശാപത്തെ സാന്നിധ്യത്തിൽ കഴുകുക. എങ്ങനെ നിനക്ക് അന്ധത മാറാം, നിന്നെ സാന്നിധ്യത്തിൽ കഴുകുക. എങ്ങനെ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താം, ആ ഇല്ലായ്മയെ സാന്നിധ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. എങ്ങനെ നിനക്ക് ഉപയോഗിക്കപ്പെടാം, നിന്നെ സാന്നിധ്യത്തിനായി എറിഞ്ഞു കൊടുക്കുക. എങ്ങനെ നിനക്ക് രക്ഷ പ്രാപിക്കാം, സിമ്പിൾ, സാന്നിധ്യത്തെ അനുഭവിക്കുക. ഇതിനെ അനുഭവിക്കുക. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ എനിക്ക് അനുഭവിച്ചറിയണം, എനിക്ക് സാന്നിധ്യം അനുഭവിച്ചറിയണം. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കിതിനെ കുറിച്ച് അറിയാം. നോ, ഇന്നു രാത്രിയിൽ നീ ഇതിനെ അനുഭവിക്കണം. ഇന്ന് രാത്രിയിൽ നീ ഇതിനെ അനുഭവിക്കണം. ഇതിനെ അനുഭവിക്കണമെങ്കിൽ നീ യേശുവിനെ അറിയണം. മരിക്കുന്നതിനു വേണ്ടി ഭൂമിയിലേക്ക് വന്ന ഒരാളുണ്ട്. എല്ലാവരും ഭൂമിയിൽ വരുന്നതിന് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. പക്ഷേ മരിക്കാൻ വേണ്ടി മാത്രം ഭൂമിയിൽ ജനിച്ചവൻ പ്രാർത്ഥിക്കുവാൻ കണ്ണടയ്ക്കുമ്പോൾ മുഴുവൻ കണ്ണിൽ ദൃശ്യമാധ്യമത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നത് ക്രൂശ് മാത്രമാണ്. യേശുവിന്റെ 33.5 വയസ്സുവരെ എന്ന് താൻ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലും മടക്കിയാലും കാണുന്നത് തുറന്നിരിക്കുന്ന സ്വർഗമാണെങ്കിലും എന്നും അവന്റെ മുൻപിൽ ഒരു ക്രൂശുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ക്രൂശിൽ കയറും. ഇന്ന് രാത്രിയിൽ ആർക്കായി വേദന? നീ കണ്ണടയ്ക്കുമ്പോൾ കാൽവറിയെ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്റെ ജീവിതം വിജയമാണ്. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എൻ്റെ ഉടയവൻ അവൻ ഗെഥസമനയിലേക്ക് കയറിപ്പോകുകയാണ്. ഗെഥസമനയിലേക്ക് കയറിപ്പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന വാക്കു പറഞ്ഞിട്ട് ഒരു വാക്കകലത്തിൽ അല്പം മാറി യേശു മുഴങ്കാലും മടക്കുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് വാക്ക്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന വാക്ക് പറഞ്ഞ് മുഴു ശിഷ്യന്മാരെയും ധൈര്യപ്പെടുത്തി ഒരു വാക്കകലെ ഒരമ്പകലം മാറിയിരുന്ന് മുഴങ്കാലും മടക്കുന്ന യേശുവിൻ്റെ ഹൃദയം കടലിൻ്റെ തിരമാല പോലെ കിടന്ന് വല്ലാത്ത അവസ്ഥയിൽ കലങ്ങി മറിയുകയാണ്. ഒരു ജനതയോട് ഹൃദയം കലങ്ങരുതെന്ന് പറഞ്ഞ് ഉടയവന്റെ ഹൃദയം കലങ്ങുകയാണ്. കാരണം എന്താ? മുഴങ്കാലും മടക്കി സ്വർഗത്തിലേക്ക് കരമുയർത്തി പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നെടുത്തു മാറ്റണം, പക്ഷേ ഇത് പിതാവിൻ്റെ ഹിതമായിരിക്കണം. ഹൃദയം കലങ്ങുന്ന വേദനയിലൂടെ ഇത് പറയുമ്പോഴും യേശുവിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ ക്രൂശിൽ കയറണം. ഹൃദയം കലങ്ങുമ്പോഴും ഒരു കാര്യം യേശു പറയുക, ഞാൻ ഇതിനെ ചുമക്കുവാൻ തയ്യാറാണ്. എനിക്കറിയാം, ഞാൻ ഇത് പറയുമ്പോൾ കാലഘട്ടങ്ങളായി, വർഷങ്ങളായി ഇത് ദൈവഹിതമാണെന്ന് ഉള്ള തിരിച്ചറിവ് കൊണ്ട് ഇതിനെ ചുമക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം, ഇത് ദൈവഹിതമാകിയാൽ നീ ചുമന്നതാണെങ്കിൽ നിന്റെ ഹൃദയം എത്ര കലങ്ങിയാലും ഇതിന് അപ്പുറം നിനക്കൊരു ഉയർച്ചയുണ്ട്.
ഞാൻ ഇതൊക്കെ പ്രസംഗിക്കുമ്പോഴും ഞങ്ങൾ ദൈവദാസന്മാർ ഇതൊക്കെ പറയുമ്പോഴും എനിക്കറിയാം ആരുടെയൊക്കെയോ ഹൃദയം ഇന്നു രാത്രി കലങ്ങുകയാണ്. ഇതിന്റെ അകത്ത് ഹൃദയം കലങ്ങി മറിയുന്ന, മനസ്സിന്റെ ദിശ തെറ്റിപ്പോകുന്ന, നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ഭാരമേറിയ വേദനയെ ചുമന്നുകൊണ്ട് ഇന്നു രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന നിന്നോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിന്റെ ടൈമാണിത്. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. നീ ചുമന്ന വേദനകൾ, നീ അനുഭവിച്ച വേദനകൾ, ഇതിന്റെ പിന്നിൽ ഒരു നിയോഗമുണ്ടായിരുന്നു. നിന്നെ ആർക്കും മുടക്കാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ഈ സാന്നിധ്യം പുറത്തെടുക്കാൻ പോകുകയാണ്. ഞാൻ കാണുന്നു ചിലരുടെ വീടുകളിൽ ഈ നിമിഷം ദൂതന്മാർ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ഈ കസാരയിൽ സെക്കൻഡ് ലൈനിൽ രണ്ടാമത് ഗ്രീൻ പച്ച കളർ സാരി ഉടുത്തിരിക്കുന്ന ആന്റിയോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. നീ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഹൃദയത്തെ കലങ്ങുന്ന ഒത്തിരി വിഷയങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുകയാ. നിന്റെ ഹൃദയം വിങ്ങുന്നതും നിന്റെ ഹൃദയത്തിൽ നിന്ന് കണ്ണുനീര് പുറത്തു വരുന്നതും ഞാൻ കാണുന്നു. ഞാൻ പറയാം ആന്റി, ഇതിന്റെ പിന്നിൽ ഒരു ദൈവഹിതമുണ്ട്. ഇതിന്റെ പിന്നിൽ നീ മടികൂടാതെ ചേർന്ന് നിൽക്ക്. ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ കുടുംബത്തിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുവാനുള്ള സ്വർഗത്തിന്റെ പദ്ധതിയാണെന്ന് പരിശുദ്ധാത്മാവിൽ പ്രവചിക്കാൻ എനിക്ക് ആത്മനിയോഗമുണ്ട്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തു പറ, ഇതെന്റെ സീസണാണ്, ഇതെന്റെ സീസണാണ്, ഇതെന്റെ സീസണാണ്, ഇതെന്റെ ടൈമാണ്. ഈ മാസം എന്റേതാണ്. 2024 ഞാൻ പുറത്തു വരുന്നതാണ്. 2024 എൻ്റെ കൂടെ ഒരുവൻ കൂടെയുണ്ട്. അത് മറ്റൊരുവന്മാരുടെ കൂടെയും ഇല്ലാത്തൊരാള് എൻ്റെ കൂടെയുണ്ട്. ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യം ഇതിൻ്റെ അകത്ത് വരികയാ. നിങ്ങളുടെ ലൈഫുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചേഞ്ച് ചെയ്ത് ചില മുൻനിരകളിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുവരുവാൻ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ഇന്നു രാത്രി നിന്റെ കണ്ണു കഴുകുക. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ഇന്നു രാത്രി നിന്റെ കരങ്ങളെ കഴുകുക. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ഇന്നു രാത്രി നിന്റെ ചെവികളെ കഴുകുക. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ഇന്നു രാത്രിയിൽ നിന്റെ നാവിനെ കഴുകുക. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ഇന്നു രാത്രിയിൽ നിന്നെ കഴുകുക. ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നീ ആളുമാറും. വായിക്കണ്ട, ഈ ഇതേ അധ്യായം അവസാനങ്ങളിലേക്ക് വരുമ്പോൾ ഇവനെ കുറിച്ച് സമൂഹത്തിന് പറയാൻ ഒരു ടെസ്റ്റിമണി ഉണ്ട്. അവർ പറയുന്ന പദങ്ങൾ ഇങ്ങനെയാണ്: ഇവൻ മുൻപ് അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ തന്നെയാണോ, അതോ അവനെ പോലെയുള്ള വേറെ ആരെങ്കിലുമാണോ? ഇന്നലെ വരെ ഇവനെ കാണുമ്പോൾ പറയാനുള്ളത് ശാപത്തിന്റെ വാക്കുകളായിരുന്നു. ഇന്നലെ വരെ ഇവനെ കാണുമ്പോൾ പറയാനുള്ളത് അയ്യോ എന്തൊരു ഗതികെട്ട ജീവിതമാണ് നിന്റേത്. പക്ഷേ ഇവനെ ആളുമാറ്റിയത് സാന്നിധ്യമാണ്. കാൽവറിയുടെ കൊലമരത്തിൽ നിനക്ക് വേണ്ടി ഒരുവൻ കണ്ടാൽ ആളറിയാതെ വണ്ണം അവന്റെ രൂപം വിരൂപമായി മാറിയത് നിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയാണ്. അവന്റെ രൂപം വിരൂപമായി മാറിയത് നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മനസ്സിലാക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനാണ്. യെശയ്യാവ് എഴുതി വച്ചിരിക്കുകയാണ്, 10,000-ങ്ങളിൽ അതിസുന്ദരനായവൻ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ, രാജാവായവൻ, അവനെ കണ്ടാൽ ആളറിയാതെ വണ്ണം അവന്റെ രൂപം വിരൂപമായി മാറിയത് നിന്നെ പ്രദർശിപ്പിക്കാനാണ്.
ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിന്റെ മുൻപിൽ വരച്ചു കാട്ടിയിട്ടും വീണ്ടും നിന്നെ ആഭിചാരം ചെയ്ത്, നിന്നെ കൂടോത്രം ചെയ്ത്, നിന്നെ മന്ത്രവാദങ്ങൾ ചെയ്ത്, നിന്നെ ഒതുക്കി കളയുവാൻ കഴിവുള്ള ഒരു ശക്തി ഉലകത്തിന്റെ കീഴിലില്ല. എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ ദൈവങ്ങളെക്കാളും കരുത്തുള്ള നാമം, എല്ലാ ഇതിഹാസങ്ങളെക്കാളും ഇതിഹാസത്തെ സൃഷ്ടിച്ച കരുത്തനായ ദൈവം ഇന്ന് രാത്രിയിൽ നിന്നെ സന്ദർശിക്കുന്നു. ഇവനെ കണ്ടാൽ ആളറിയാതെ വണ്ണം ഇവനെ ആളുമാറ്റിക്കളഞ്ഞു. ദൈവ സാന്നിധ്യത്തിന് നിന്നെ മാറ്റാൻ കഴിയും. സാന്നിധ്യത്തിന് നിന്റെ അളവിനെ തിരിക്കാൻ കഴിയും. ഏറ്റവും വലിയ തെളിവാണ് പഴയ നിയമത്തിലെ മുള്ള്, പഴയ നിയമത്തിലെ മുൾപടർപ്പ്. ദൈവ സാന്നിധ്യത്തിന് എങ്ങനെ ഒരുത്തനെ മാറ്റാൻ കഴിയും? എങ്ങനെ ഒരാളുടെ സ്വഭാവത്തിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും? ഹോരേബിലേക്ക് മോശ ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു ദൈവ ശബ്ദമുണ്ട്. എന്താണ് ദൈവശബ്ദം? മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, അതിനെ അഴിച്ചു മാറ്റുക. ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, ഇത് വിശുദ്ധ സ്ഥലമായത് ദൈവ സാന്നിധ്യം ഇറങ്ങിയത് കൊണ്ടാണ്. ഇത് വിശുദ്ധ സ്ഥലമായത് ഇതിന്റെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. എങ്കിലും അടുത്തൊരു ചോദ്യം, ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ സ്വഭാവം മാറുമോ? സ്വഭാവം മാറും. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ ക്യാരക്ടറുകൾ ചേഞ്ച് ആകുമോ? അതെ, ക്യാരക്ടറുകൾ ചേഞ്ച് ആകും. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ വീട് മാറുമോ? അതെ, നിന്റെ വീട് മാറും. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ പേര് മാറുമോ? അതെ, നിന്റെ പേര് മാറും. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ സാന്നിധ്യം മാറുമോ? അതെ, നിന്റെ സാന്നിധ്യം, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. അപ്പോൾ ഈ മുള്ളിനൊരു സ്വഭാവമുണ്ട്. എന്താ മുള്ളിന്റെ സ്വഭാവം? ഇതിന്റെ മുകളിൽ ചെരുപ്പില്ലാതെ ചവിട്ടാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ സ്വഭാവം വേദനിപ്പിക്കുക എന്നതാണ്. ഇതിന്റെ സ്വഭാവം മുറിവുണ്ടാക്കുക എന്നതാണ്. ഇതിന്റെ സ്വഭാവം മറ്റൊരുത്തന്റെ ചോര കാണുക എന്നതാണ്. ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ പോലും കയ്യിൽ നിന്ന് ബ്ലഡ് വരും. കാരണം ഇത് മുള്ളിന്റെ സ്വഭാവമാണ്. ഒരു ചെറിയ മുള്ളുകൊണ്ട് സെപ്റ്റിക്കായ അനേകരുണ്ട്. മുള്ളിന്റെ സ്വഭാവം ചോര കാണിക്കുക എന്നതാണ്. മുള്ളിന്റെ സ്വഭാവം എക്കാലത്തും വേദനിപ്പിക്കുക എന്നതാണ്. ഇച്ചിരിയും കൂടെ വ്യക്തമായി പറഞ്ഞാൽ 6 ദിവസത്തെ ദൈവിക സൃഷ്ടിയുടെ അകത്തുൾപ്പെടാത്തതും എല്ലാ സൃഷ്ടിക്കും അനന്തരം പാപത്തിന്റെ പരിണിത ഫലമായി ഭൂമിയിൽ ഉളവാകപ്പെട്ടതുമായ ഒരു വസ്തുവാണ് എന്ത്? മുള്ള്. ഇപ്പൊ മുള്ളിന്റെ സ്വഭാവം പാപത്തെ കാണിക്കുക എന്നതാണ്, ശാപത്തെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മോശ വരുന്നത് ഒരു മുൾച്ചെടിയിലല്ല, ഒരു മുൾപടർപ്പിലാണ്, ഒരു മുൾക്കൂട്ടത്തിന്റെ അകത്തേക്കാണ്. ഒരു മുള്ളല്ല, ഒരു കൂട്ടം മുള്ളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു ഏക്കർ നിറയുള്ള മുള്ളായിരിക്കാം, അതിന് വിസ്തീർണം കൂടുതലായിരിക്കാം, അതിന് കിലോമീറ്ററുകളുടെ വ്യാപ്തി കണ്ടേക്കാം. പക്ഷേ അതിൻ്റെ സ്വഭാവത്തെ ദൈവ സാന്നിധ്യത്തിന് മാറ്റാൻ കഴിയും. ഇന്നലെ വരെ ഈ മുള്ളിനെ ചവിട്ടിയത് മുഴുവൻ ചെരുപ്പിട്ടാണ്. ഇന്നലെ വരെ ഈ മുള്ളിന്റെ പ്രത്യേകത ഇത് കാലിന്റെ അടിയിൽ അമർത്തുവാനുള്ളതാണ്. വാടാമുല്ലേ കണ്ടാൽ ചുമ്മാതെങ്കിലും നമുക്കൊന്ന് തൊടാൻ തോന്നും, കാരണം ഇത് തൊട്ടാൽ വാടിപ്പോകുന്നതാണ്. പക്ഷേ മോശയോട് ദൈവം പറയുകയാണ്, മോശേ, ഇന്നലെ വരെ ഈ മുള്ളിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഈ മുള്ളിന്റെ സ്വഭാവം വേദനിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നീ ഈ മുള്ളിൽ ചവിട്ടുകയാണെങ്കിൽ ഇന്നലെ വരെ നീ ഇട്ട ചെരുപ്പ് ഇനിയും ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കരുത്. കാരണം ഇന്നലെ വരെ ഈ മുൾപടർപ്പിന് വേദനിപ്പിക്കുന്ന സ്വഭാവമാണെങ്കിൽ ഇന്ന് നീ ചവിട്ടുമ്പോൾ നീ ചവിട്ടുന്ന മുള്ളിന് നിന്നെ വേദനിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ഒന്നേ ഉള്ളൂ, അതിൻ്റെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. പാസ്റ്റർ, എൻ്റെ സ്വഭാവം വളരെ മോശമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് പെരുമാറുന്നത് എന്നെ വേദനിപ്പിക്കുന്നതാണ്. ഒരുപാട് വാർത്തകൾ ഓടിയെത്തുകയാണ്. ഒരു പിടി കയറിൽ അവർ മരിക്കുവാൻ കാരണം അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത വേദനകളാണ്. അമ്മയുടെ മാറിടത്തിലേക്കും ഒരുവന്റെ കടാര ഇറങ്ങിപ്പോകുന്നതിന്റെ കാരണം അവനെ സ്വഭാവം വേദനിപ്പിക്കുക എന്നതാണ്.
എന്തോ മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷമാണ്. എങ്ങനെ ഈ സ്വഭാവത്തിന് മാറ്റം വരുത്താം? ഒറ്റ കാര്യമേ ഉള്ളൂ, നീ സാന്നിധ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. നിന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരുടെ സ്വഭാവം മാറുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അവരെയും കൂടി സാന്നിധ്യത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരിക. നിന്റെ സ്വഭാവം മാറ്റിയത് ദൈവ സാന്നിധ്യമാണ്. ഒരു ദിവസം 5 ലിറ്റർ മദ്യം വാറ്റിക്കുടിക്കുന്ന എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിനെ മാറ്റം വരുത്തിയത് ദൈവ സാന്നിധ്യമാണ്. സ്വന്തമായി വാറ്റി ആ വാറ്റ് വിറ്റ് അനേകരുടെ കുടുംബം തകരണം എന്നാഗ്രഹിച്ച എൻ്റെ അപ്പൻ്റെ സ്വഭാവം മാറ്റിയത് ദൈവ സാന്നിധ്യമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും മേൽ കിടക്കുന്ന സ്വഭാവത്തെ തിരുത്തുവാൻ കരുത്തുണ്ട് ദൈവ സാന്നിധ്യത്തിന്. ഒന്ന്, ദൈവ സാന്നിധ്യം വന്നാൽ അവസ്ഥകൾക്ക് മാറ്റം വരും. 2, ദൈവ സാന്നിധ്യം വന്നാൽ അവഗണിക്കപ്പെട്ടതും മാനിക്കപ്പെടും. ദൈവ സാന്നിധ്യം വരുന്നതിന് മുൻപ് വരെ നീ അവഗണിക്കപ്പെട്ടവനാണ്, നീ ബാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. എന്നും ഞാൻ ലാസ്റ്റ് ചെയറുകാരനാണ്, എന്നും എവിടെയും എല്ലായിടത്തും എന്നെ മാറ്റി നിർത്തുകയാണ്. ദൈവ സാന്നിധ്യത്തിന് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദൈവ സാന്നിധ്യത്തിന് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, നിനക്ക് മുൻനിരയിൽ വരണമെങ്കിൽ നീ സാന്നിധ്യത്തെ അനുഭവിക്കുക. സാന്നിധ്യം ഇറങ്ങി നിൽക്കുവാൻ വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കുക. സാന്നിധ്യത്തിനു വേണ്ടി നീ നിന്നെ വിട്ടുകൊടുക്കുക. സാന്നിധ്യം അനുഭവിക്കുന്ന നിലവാരത്തിലേക്ക് നീ നിന്നെ സമർപ്പിക്കുക. സാന്നിധ്യത്തിനായി നീ ഒരുങ്ങുക. ഏതവസ്ഥയിലും സാന്നിധ്യത്തിന് നിന്നെ ആളുമാറ്റാൻ കഴിയും. എന്താണ് തെളിവ്? ഒരിക്കലും റോസാ ചെടി വളർത്തുന്നത് പോലെ മുൾച്ചെടികൾ ആരും വളർത്താറില്ല. സൂര്യകാന്തി പുഷ്പത്തെ കാണുവാൻ നല്ല മനോഹരമാണ്, നല്ല മനോഹരമാണ്. സൂര്യകാന്തിയുടെ ചെടികൾ കണ്ടു നിൽക്കുവാൻ നല്ല രസമാണ്. വർണ്ണശബളമായ റോസാ പൂക്കളുടെ കൂട്ടമായ പൂന്തോട്ടം കാണാൻ രസമാണ്. പക്ഷേ ഇന്നുവരെ ആരും വെള്ളമൊഴിച്ച് ഒരു മുൾപടർപ്പിനെ വളർത്തിയിട്ടില്ല. ഇതുവരെ ആരും ഒരു മുൾച്ചെടിക്ക് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ചേക്കാം എന്ന് കരുതിയിട്ടില്ല. കാരണം മുൾച്ചെടി എന്നും വേദനയുള്ളതാണ്, അവനെ ആരും പരിഗണിക്കാത്തതാണ്. പക്ഷെ നിങ്ങൾ കാൽവറിയിലേക്കൊന്ന് തിരിച്ചു വന്നേ. ഈ ഉലകത്തിൽ തന്നെ ഏറ്റവും അവഗണിക്കപ്പെട്ടത്, ഈ ഉലകത്തിൽ തന്നെ ആർക്കും വേണ്ടാത്തത്, ഈ ഉലകത്തിൽ കാലഘട്ടങ്ങളായി കാൽപാദങ്ങൾ കൊണ്ട് ചവിട്ടി അമർത്തുവാൻ മാത്രം നിയോഗിക്കപ്പെട്ട മുൾച്ചെടിയെ കാൽവറിയിൽ യേശു കിരീടമാക്കുകയാണ്. രാത്രിയിൽ ആർക്കാണ് ഈ ദൂതനെ പിടിക്കാൻ പറ്റുന്നത്? പാസ്റ്റർ, ഇന്നലെ വരെ ഞാൻ അനേകരുടെ കാലിന്റെ അടിയിൽ അവര് ചവിട്ടി മെതിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മുള്ളായിരുന്നു. ഇന്നു രാത്രിയിൽ ഞാൻ പറയാം, നിന്നെ യേശുവിന് കിരീടമാക്കുവാൻ ആഗ്രഹമുണ്ട്. ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട നിന്നെ പരിഗണിക്കപ്പെടുന്ന സീസണാണെന്ന് ഇന്നു രാത്രിയിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഏറ്റവും അവഗണിക്കപ്പെട്ട മുള്ളിനെ, എന്നും എക്കാലത്തും കാൽപാദങ്ങളുടെ അടിയിൽ കിടക്കുന്ന മുള്ളിനെ, ഒരിക്കലും ആരും പരിഗണിക്കാത്ത മുള്ളിനെ യേശു പറയുകയാണ്, അതൊരു കിരീടമാക്കി കൊണ്ടുവാ. അതിനെ ഞാൻ എൻ്റെ തലയിൽ വെക്കുകയാ. രാത്രിയിൽ ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാം, പരിഗണിക്കപ്പെടാതെ പോയ നിന്നെ പരിഗണിക്കപ്പെടുവാൻ സീസണായി. അവഗണിക്കപ്പെട്ട നിന്നെ മുൻപോട്ട് വരുവാൻ സീസണായി. ഈ ടൈം നിന്റേതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കാം, ആർക്കും വേണ്ടാത്ത മുള്ളിനെ എൻ്റെ യേശു കിരീടമാക്കിയെങ്കിൽ ആർക്കും വേണ്ടാത്ത നിന്നെ യേശു കിരീടമാക്കണമെങ്കിൽ സാന്നിധ്യം ഇറങ്ങി വരുന്ന നിലവാരത്തിലേക്ക് ഇന്നു രാത്രിയിൽ നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്ക്. പറ, അപ്പാ എൻ്റെ മേൽ ആ സാന്നിധ്യം വരണം. ആർക്കും വേണ്ടാത്ത, ഞാനും എൻ്റെ കുടുംബവും പരിഗണിക്കപ്പെടേണ്ടത്
ദൈവത്തിന്. ലൈഫിൽ ആരെയും അവഗണിക്കരുത്. അവഗണിച്ചാൽ നീ പരിഗണിക്കേണ്ടി വരും. നീ ഒരുത്തിനെ അവഗണിച്ചാൽ നാളെ നീ അവനെ പരിഗണിക്കേണ്ടി വന്നിരിക്കും. നീ അവനെ ചേർത്ത് പിടിക്കേണ്ടി വന്നിരിക്കും. അല്ല, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിവില്ല, മാറി നിൽക്ക്. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ, മാറി നിൽക്ക്. നിനക്ക് മുമ്പിൽ വരാൻ ഒരു യോഗ്യതയുമില്ല, മാറി നിൽക്ക്. എന്നും അവനെ നീ അവഗണിക്കുമ്പോൾ അവനെ പരിഗണിക്കാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ഒരുപാട് വേദനകൾ നിന്നെ തേടി വന്ന് നീ അവഗണനയുടെ ലിസ്റ്റിലാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, യു ആർ സെലക്ടഡ് വൺ. നിന്നെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ഇന്ന് രാത്രിയിൽ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഏറ്റവും അവഗണിക്കപ്പെട്ടൊരു കുടുംബം ഞങ്ങളുടെ കുടുംബമായിരുന്നു. എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ, എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവർ ഞങ്ങളായിരുന്നു. മുഴുമദ്യപാനിയായ അപ്പൻ, വീടില്ലാത്ത കടത്തുണ്ണയ്ക്ക് കിടന്നുറങ്ങുന്നവർ, ആർക്കും നോക്കിയാൽ പറയുവാൻ ഒന്നുമില്ലാത്ത കുടുംബം, മദ്യപാനിയുടെ മക്കൾ, അനുസരണം കെട്ടവന്റെ മക്കൾ, ചന്ദ്രൻ സഞ്ചരിച്ച അതേ പാത പിന്തുടരുവാൻ നിയോഗിക്കപ്പെട്ട 2 തലമുറകൾ. പക്ഷെ ഇന്നു രാത്രിയിൽ ഈ മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറയാം, എന്റെ അപ്പനെ പിന്തുടർന്നതല്ല എന്റെ മേൽ പിന്തുടർന്നത് മരത്തിൽ തൂങ്ങിയവൻ എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. അവഗണിക്കപ്പെട്ട ഞങ്ങളെ കൂടെ തിരഞ്ഞെടുക്കുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രിയിൽ. കാലഘട്ടങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ, കാലഘട്ടങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ഭർത്താവ്, ഹലോ, ഇന്നു രാത്രിയിൽ അവരെ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ടൈമുണ്ട്, നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ ദൈവസാന്നിധ്യത്തിന് നിങ്ങളെ മുൻനിരയിൽ കൊണ്ടുവരാൻ കഴിയും. ദൈവസാന്നിധ്യത്തിന് നിങ്ങളെ കിരീടമാക്കാൻ കഴിയും. ദൈവസാന്നിധ്യത്തിന് നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ കഴിയും. അടുത്തത്, ദൈവസാന്നിധ്യമുള്ളവന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. പത്മോസിന്റെ സ്വഭാവം മുഴുവൻ ഏകാന്തതയുടെ സ്വഭാവമാ. പത്മോസിന്റെ സ്വഭാവം മുഴുവൻ ഒരുത്തനെ കടിച്ചു തിന്നുന്ന സ്വഭാവമാ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ആവർത്തിക്കുന്നത് തന്നെ പത്മോസിന്റെ ചരിത്രം ആവർത്തിച്ചുകൊണ്ടാണ്. ഡൊമിഷ്യനും നീറോയും കൂടെ പദ്ധതിയിട്ട് യോഹന്നാൻ എന്ന പ്രാർത്ഥനാ മനുഷ്യനെ, സാന്നിധ്യത്തിൽ സഞ്ചരിക്കുന്നവനെ പത്മോസിലേക്ക് നാടുകടത്തുകയാണ്. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഈ മനുഷ്യനെ ഇട്ടു. അവൻ എണ്ണയിൽ നിന്ന് യേശുയുടെ ഫീലിൽ പുറത്തു വന്നു. അവിടുന്ന് അടുത്ത ചിന്ത, ഇവനെ പത്മോസിലേക്ക് വിടാം. രാവിലെ പറഞ്ഞതുപോലെ മോവാബിന് സ്വഭാവമുള്ളതുപോലെ പത്മോസിനും ഒരു സ്വഭാവമുണ്ട്. ചരിത്രം 3 കാര്യങ്ങൾ പത്മോസിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. 1, പത്മോസിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടാൽ അവന്റെ തലമുടി നാരു മുതൽ കാലിന്റെ ഉള്ളം വിരൽ വരെ ഒരു മനുഷ്യനെ മുഴുവനായി വിഴുങ്ങുവാൻ കരുത്തുള്ള ഘോര സർപ്പങ്ങൾ അധിവസിക്കുന്ന പത്മോസാണ്. 2, പത്മോസിൽ ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യ ശരീരങ്ങളെ സെക്കൻഡുകൾ കൊണ്ട് അസ്ഥിക്കൂമ്പാരങ്ങളാക്കി മാംസത്തൊക്കുകൾ കൊത്തി വലിച്ചെടുത്ത് ഉയരങ്ങളിലേക്ക് ഉയർന്നു പറക്കുവാൻ കരുത്തുള്ള കഴുകന്മാരുള്ള പത്മോസാണ്.
ഇത് രണ്ടും നിന്നെ തേടി എത്തിയില്ലെങ്കിലും വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിന്റെ അസ്ഥി കൂമ്പാരങ്ങൾ ഉണങ്ങി എല്ലിൻ കൂമ്പാരങ്ങളുടെ ഗന്ധം നിന്റെ തലച്ചോറിലേക്ക് പ്രവേശിച്ച് ഒരിക്കലും നീ മടങ്ങി വരാൻ കഴിയാത്ത നിലയിൽ നിന്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തി നിന്നെ മരണത്തിലേക്ക് കടത്തിവിടാനുള്ള സ്വഭാവം പത്മോസിലുണ്ട്. ഇതൊക്കെ അറിയാവുന്ന ഡൊമിനിഷ്യൻ യോഹന്നാനെ സഹ യാത്രക്കാരോട് ചേർത്ത് പത്മോസിലേക്ക് നാടുകടത്തുകയാണ്. പക്ഷേ പത്മോസിന്റെ സ്വഭാവം യോഹന്നാനെ പിടിച്ചില്ല. പത്മോസിന്റെ പാമ്പുകൾക്ക് അവനെ വിഴുങ്ങാൻ കഴിഞ്ഞില്ല. പത്മോസിന്റെ കഴുകൻ അവനെ കൊത്തുവാൻ കഴിഞ്ഞില്ല. പത്മോസിന്റെ ജീർണിച്ച അസ്ഥികൾക്ക് അതിന്റെ ഗന്ധത്തിന് യോഹന്നാന്റെ തലച്ചോറിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, കർത്തു ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. പത്മോസേ, എന്റെ ചോദ്യം, ഇപ്പോൾ നിന്റെ സ്വഭാവത്തിന് എന്തു പറ്റി? പത്മോസേ, ഇപ്പോൾ നിന്റെ സർപ്പങ്ങൾ എവിടെ പോയി? പത്മോസേ, ഇപ്പോൾ നിന്റെ കഴുകന്മാർ എവിടെ പോയി? പത്മോസേ, ഇപ്പോൾ നിന്റെ ക്യാരക്ടറിന് എന്തു പറ്റി? പത്മോസിന് പറയാനുള്ളത്, എന്റെ സ്വഭാവത്തെക്കാൾ മുകളിൽ ചലിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തെ ചുമക്കുന്ന ഒരുത്തൻ പത്മോസിൽ പ്രവേശിച്ചപ്പോൾ അവന് പരാതികളില്ല, അവന് പരിമിതികളില്ല, അവൻ അനുഭവിക്കുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്. ഇന്നു രാത്രിയിൽ ഞാൻ പറയാം, പാപത്തിനോട് കൂടെ ചേർന്ന് നിന്ന് പാപം ചെയ്യാനല്ല, ശാപത്തിനോട് കൂടെ ചേർന്ന് നിന്ന് ഞാൻ ശാപത്തെ വഹിക്കുന്നവനാന്ന് പറയാനല്ല, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അവന് ഡൊമിനിഷ്യന്റെ പരാതികൾ പറയാനല്ല സമയം. അവന്റെ ചുറ്റും കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ, അവന്റെ ചുറ്റും സർപ്പങ്ങൾ ഇഴയുമ്പോൾ, ഒരു സൈഡിൽ അസ്ഥി കൂമ്പാരത്തിന്റെ ഗന്ധം പൊങ്ങുമ്പോൾ, അതിന്റെ ഇടയിലുള്ള ഒരു അല്പം സ്ഥലത്ത് അഭിഷക്തൻ മുഴങ്കാലും മടക്കുകയാണ്. ആർക്കായി ഇന്ന് രാത്രിയിൽ ഈ ദൂതനെ പിടിക്കാൻ പറ്റുന്നേ? അതിനുശേഷം ഇങ്ങോട്ട് യേശുവിനെ കണ്ടിട്ടുള്ളവർ മുഴുവൻ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെയാ കണ്ടിട്ടുള്ളത്. എനിക്ക് വേണ്ടി ശാപമായ യേശുവിനെയാ കണ്ടിട്ടുള്ളത്. എനിക്ക് വേണ്ടി മരണപ്പെട്ട യേശുവിനെയാ കണ്ടിട്ടുള്ളത്. പക്ഷെ സാന്നിധ്യം അനുഭവിക്കുന്ന യോഹന്നാനെ കാണിച്ചത് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെയല്ല, മേഘാരൂഢനായ ഒരുവൻ. വെളിപ്പാട് പുസ്തകം പറയുന്നു, അവന്റെ മാറത്ത് പൊൻകച്ചയുണ്ടായിരുന്നു, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. മരണത്തിന്റെ ശബ്ദങ്ങളെക്കാൾ അതിഗംഭീരമായ ഒരു ശബ്ദം ഇന്നു രാത്രിയിൽ ഹോളിൽ മുഴങ്ങുകയാണ്. പത്മോസിൽ മരണത്തിന്റെ ശബ്ദമാണ് ഉയരുന്നത്. പത്മോസിൽ ഇപ്പോൾ നിന്നെ വിഴുകുമെന്ന് പറയുന്ന സർപ്പത്തിന്റെ ശബ്ദമാണ് ഉയരുന്നത്. ഇന്നലെ വരെ പത്മോസിൽ വന്ന എല്ലാവരും കേട്ട് മരണപ്പെടുന്നത് ഈ ശബ്ദമാണ്. പക്ഷേ അഭിഷേകമുള്ളവൻ, ആത്മസാന്നിധ്യത്തെ അനുഭവിക്കുന്നവൻ പത്മോസിൽ കയറിയപ്പോൾ ഇവൻ കേൾക്കുന്ന ശബ്ദം ഇതൊന്നുമല്ല, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇന്നു രാത്രിയിൽ ആരുടെയൊക്കെയോ കർണപടത്തിന്റെ അകത്ത് സാന്നിധ്യത്തിന്റെ ശബ്ദമടിക്കുന്നു. വെളിപ്പെട്ട സാന്നിധ്യത്തിന് യോഹന്നാനോട് പറയാനുള്ള വാക്കുകൾ ഈ പ്രദർശനത്തിൻ്റെയൊക്കെ അവസാനം വെളിപ്പെട്ടു വന്ന യേശു പറയുകയാണ്, ദൈവം പറയുകയാണ്, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു. 1:18 കിടപ്പുണ്ട്, ഇപ്പോൾ വായിക്കണ്ട. ഇതാ ഞാൻ മരിച്ചവനായിരുന്നു,
പക്ഷേ യോഹന്നാൻ പറഞ്ഞിരിക്കണം, ഞാൻ കാണുന്നത് മരിച്ച യേശുവിനെ അല്ല, ഞാൻ കാണുന്നത് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ അല്ല. യോഹന്നാനോട് പറയുക യേശു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇന്നു രാത്രിയിൽ ഞാൻ പറയാം, നിന്റെ ആയുസിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലാണ്. ഇവിടുത്തെ ശൂദ്രക്കാരന്റെ കയ്യിലല്ല നിന്റെ താക്കോല്, ഇവിടുത്തെ ആഭിചാരക്കാരന്റെ കയ്യിലല്ല നിന്റെ താക്കോല്, ഇവിടുത്തെ മന്ത്രവാദിയുടെ കയ്യിലല്ല നിന്റെ താക്കോല്. നിന്റെ താക്കോല് സ്വർഗത്തിലാണ്. ഇന്നു രാത്രിയിൽ ഈ സാന്നിധ്യത്തെ അനുഭവിക്കുക. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാം. ഇന്നു രാത്രി ആരുടെയൊക്കെയോ കരത്തിൽ താക്കോലുകൾ കൈമാറുന്നു. Receive your keys. ഇന്നു രാത്രിയിൽ ആ താക്കോലുകളെ സ്വീകരിക്കുക. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്, പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. കർത്താവിന്റെ ദാസൻ റെയ്നാർഡ് ബോങ്കെ പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയാമോ? എനിക്ക് ഒറ്റാഗ്രഹമേ ഉള്ളൂ, നരകം എനിക്ക് പൂട്ടണം. പറഞ്ഞേ, നരകം എനിക്ക് പൂട്ടണം. ഈ താക്കോൽ എൻ്റെ കയ്യിൽ വെക്കണം. എൻ്റെ കയ്യിൽ മറ്റൊരു താക്കോലുണ്ട്, ഇതുകൊണ്ട് ഞാൻ സ്വർഗം തുറക്കണം. എന്തിനാ? ഈ നരകത്തെ കൊള്ളയടിക്കാൻ, ഈ നരകത്തെ കൊള്ളയടിക്കാൻ. ഇന്ന് രാത്രിയിൽ ഈ പദം ഞാൻ ആവർത്തിക്കാം, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇന്നലെ വരെ പദ്മോസിൽ ചെന്നവർ കേട്ട ശബ്ദങ്ങൾ പലതാണ്. ഇന്നലെ വരെ പദ്മോസിൽ ചെന്നവരാരും മടങ്ങി വന്നിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ പദ്മോസിന്റെ അവസ്ഥകളെ തിരിക്കുമ്പോൾ യേശുവിന് പറയാനുള്ളത് യോഹന്നാനോട്, കഴിഞ്ഞ കാലഘട്ടങ്ങൾ മുഴുവൻ നീ എന്നോട്, എൻ്റെ മാറോട് ചേർന്നിരുന്നവനാ, നീ എന്നെ അനുഭവിച്ചവനാ. ഇന്നു രാത്രിയിൽ നീ പോകുമ്പോൾ, പദ്മോസ് വിടുമ്പോൾ, ഈ താക്കോൽ നീ കൊണ്ടുപോകണം. ആർക്കാ ഇന്ന് രാത്രി ഈ ദൂതനെ പിടിക്കാൻ കഴിയുന്നേ? നിന്റെ മരണം നീ പറയാതെ സംഭവിക്കരുത്. നിന്റെ ആയുസ്സിനെ നീ പറയാതെ തുടരുത്. ഇയ്യോബിനോട് പറയുകയാണ്, ഇയ്യോബ് പിശാച് തൊടാൻ വന്നപ്പോൾ പിശാചിനോട് പറയുകയാണ്, നീ അവന്റെ 10 മക്കളെ തൊട്ടോ, നീ അവന്റെ സമ്പത്ത് ഘടനകളെ തൊട്ടോ, നീ അവന്റെ ആരോഗ്യത്തെ തൊട്ടോ, പക്ഷെ അവന്റെ പ്രാണന്റെ കീ എന്റെ കയ്യിലാണ്. നീ അവനുള്ളതെല്ലാം തൊട്ടാലും അവന്റെ പ്രാണന്റെ മേൽ നിന്റെ കരം ഉയരത്തില്ല. കാരണം ആ പ്രാണന്റെ കീ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട്. ഈ രോഗം നിന്റെ മരണത്തിനല്ല, ഈ രോഗം നിന്റെ തകർച്ചയ്ക്കല്ല, ഈ രോഗം നിന്റെ ഇല്ലായ്മയ്ക്കല്ല. പ്രാണന്റെ താക്കോല് കൈവശമുള്ളത് ആദിലോകത്തിന്റെയും അധിപനായ, അഖിലാണ്ടത്തിന്റെ ചരാചരകനായ, സകല മനുഷ്യന്റെയും അന്തിമ വിധികർത്താവായ യേശുവിന്റെ പക്കലാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ എന്തിനെ തൊട്ടാലും സാന്നിധ്യം ചുമക്കുന്ന നിന്റെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല. നിന്റെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല. നിന്റെ ആയുസ്സിന്റെ അളവിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. നിന്റെ ആയുസ്സിന്റെ അളവിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവ സാന്നിധ്യത്തിൽ കയറണം, ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കണം, ദൈവ സാന്നിധ്യത്തിൽ കഴുകപ്പെടണം, ദൈവ സാന്നിധ്യത്തിൽ നിറയണം. ഈ സാന്നിധ്യം
നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിനക്കെന്തിനേം ഓവർകം ചെയ്യാം. മോശ ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്, ഈ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. 21 ഉപവാസ പ്രാർത്ഥനയിൽ ഒറ്റ ശബ്ദം ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ, കർത്താവേ ഈ സാന്നിധ്യം എന്നോട് കൂടെ പോരണം, എൻ്റെ വീടിൻ്റെ അകത്ത് ഈ സാന്നിധ്യം കയറണം, എൻ്റെ തലമുറ സാന്നിധ്യത്തെ ചുമക്കണം, എൻ്റെ തലമുറയ്ക്ക് ഈ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയണം. ഇന്നു രാത്രിയിൽ ഇതിനെ അനുഭവിക്കാൻ കഴിയട്ടെ, ഇന്നു രാത്രിയിൽ ഇതിനെ അനുഭവിക്കാൻ കഴിയട്ടെ. പറഞ്ഞു കേട്ടതും പ്രസംഗിച്ചു കേട്ടതും പരിചയമുള്ളതുമായ ഈ ദൈവ സാന്നിധ്യത്തെ ഇന്നു രാത്രിയിൽ അനുഭവിക്കുന്ന ഒരു തലമുറ ഇന്നു രാത്രിയിൽ വേർതിരിയപ്പെടട്ടെ. സാന്നിധ്യം വന്നാലുള്ള അടുത്ത പ്രത്യേകത, വഴികൾക്ക് ഓപ്പൺ ആകും. സാന്നിധ്യം വന്നാൽ വഴികൾ ഓപ്പൺ ആകും. സാന്നിധ്യം വന്നാൽ വഴികൾ തുറക്കും. മോശയുടെ ജനത്തിൻ്റെയും പിന്നാലെ ഫറവോൻ പോകാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഈ ദേശത്തിൻ്റെ വഴി വെട്ടിയത് രാജാവിൻ്റെ നേതൃത്വത്തിലാണ്. ഏതു കുറുക്കു വഴികൾ അവരുപയോഗിച്ചാലും ആ വഴിയുടെ എല്ലാ റൂട്ട് മാപ്പ് ഫറവോൻ അറിയാം. ഏതൊക്കെ വഴിയിൽ കൂടി തിരിഞ്ഞു പോയാലും, ഏതൊക്കെ വഴിയിൽ കൂടി മറഞ്ഞു പോയാലും, എവിടെ ഹൈഡായാലും ഫറവോൻ പറയുന്നത്, ഞാനാണ് ഈ ദേശത്തിന്റെ രാജാവ്. ഈ ദേശത്തിൽ നെടുകയും കുറുകയുമുള്ള വഴികൾ വെട്ടിയത് മുഴുവൻ എൻ്റെ അറിവിലൂടെയാണ്. ഈ പട്ടണത്തിൻ്റെ എല്ലാ വഴിയും എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾ ഏതു വഴി നിങ്ങളുടെ റൂട്ട് തിരിച്ചാലും എൻ്റെ രഥം കൺട്രോൾ ചെയ്യുന്നവന് ആ റൂട്ട് അറിയാം. നീ ഏതു വഴി സഞ്ചരിച്ചാലും പിശാച് ഒരു പക്ഷെ നിന്റെ കൂടെ വരും. നീ എങ്ങനെ കയറിയാലും പിശാച് നിന്റെ കൂടെ കയറും. പക്ഷേ ഫറവോൻ വെട്ടാത്തൊരു വഴിയുണ്ട്. ഫറവോന്റെ പിക്കാസ് ഇറങ്ങാത്തൊരു വഴിയുണ്ട്. ഫറവോന്റെ തൂമ്പ കൊണ്ട് വെട്ടാൻ കഴിയാത്തൊരു കുഴിയുണ്ട്. ഫറവോന്റെ സൈന്യത്തിന് തുറക്കാൻ കഴിയാത്തൊരു വഴിയുണ്ട്. ഒരു റൂട്ട് മാപ്പിലും ഇന്നുവരെ തെളിഞ്ഞിട്ടില്ലാത്ത, ഒരു റൂട്ട് മാപ്പിലും ഇന്നുവരെ പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത ഒരു വഴിയുണ്ട്. മോശയോട് പറയുക, ഈ ജനത്തെ നീ അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. മോശയ്ക്ക് പറയാനുള്ള ഒറ്റ കാര്യമാ, കാലഘട്ടങ്ങളായി, പതിറ്റാണ്ടുകളായി, വർഷങ്ങളായി അബ്രഹാമിക സന്തതികളെ അടിമകളാക്കി കളഞ്ഞ ഫറവോനെ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഈ ജനതയെ കൊണ്ട് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് നീ വെട്ടിയ വഴിയിലല്ല. എനിക്ക് വേണ്ടി നീ വെട്ടാത്ത ഒരു വഴി, എന്റെ ജനതയെ അടിമയാക്കിയ നീ വെട്ടാത്ത ഒരു വഴി എനിക്ക് വേണ്ടി വെട്ടാൻ കരുത്തുള്ള ആരാ ഇന്ന് രാത്രിയിൽ ഈ സാന്നിധ്യത്തെ പിടിക്കുന്നേ? ഇന്നലെ വരെ നീ സഞ്ചരിച്ച പാതകൾ മുഴുവൻ, നിന്നോടുകൂടെ യാത്ര ചെയ്ത ഏതൊക്കെയോ പൈശാചിക മേഖലകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത, ഒരു പാരമ്പര്യത്തിനും സഞ്ചരിക്കാൻ കഴിയാത്ത, ഒരു ആഭിചാരത്തിനും സഞ്ചരിക്കാൻ കഴിയാത്ത, ഒരു ശത്രുവിനും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു വഴി ഇന്നു രാത്രിയിൽ സാന്നിധ്യം തുറക്കുകയാണ്. ഒരു വഴി വെട്ടുകയാണ്, ഒരു വഴി വെട്ടുകയാണ്. ചെങ്കടലിന്റെ മുൻപിൽ നിന്ന് ജനത മുഴുവൻ കരയുകയാണ്. കാര്യം, ഇതിൻ്റെ അകത്ത് ഇനിയൊരു വഴിയില്ല. ഏകദേശം 40 ലക്ഷത്തോളം ജനതയുണ്ടെന്നാണ് പറയുന്നത്.
ഫ്രണ്ടിൽ ചെങ്കടലാണെന്നുള്ള വാർത്ത അങ്ങ് പുറകിലെത്തത്തില്ല. അന്ന് ഫ്രണ്ടിൽ നിന്നൊരാൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാൻ ഫോണില്ല, വാട്സപ്പില്ല ഈ സന്ദേശം കൈമാറാൻ. ഞാനിത് ഇദ്ദേഹത്തിനോട് പറഞ്ഞ്, ഇദ്ദേഹം ഇത് ഇദ്ദേഹത്തിനോട് പറഞ്ഞ്, ഇതിങ്ങനെ കൈമാറി 40 ലക്ഷം ജനത്തിന്റെ കാതിലെത്തണമെങ്കിൽ സമയമെടുക്കും. നീ മരണപ്പെടാൻ പോകുകയാണെന്നുള്ള വാർത്ത നിന്റെ ചെവിയിൽ എത്തുന്നതിന് മുൻപ് നീ ആ വഴിയിൽ കയറും. ആരാ ഇന്ന് രാത്രിയിൽ ദൂതനെ പിടിക്കുന്നത്? എല്ലാവരെയും മുക്കിക്കളഞ്ഞ ഈ കടലിന്റെ വാർത്ത നിന്റെ കാതിലെത്തുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി സ്വർഗം വഴിവെട്ടുമെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ ദൂത് പറഞ്ഞാൽ എല്ലാരും കേട്ട ഈ വാർത്ത നിന്റെ കാതിലെത്തത്തില്ല. എല്ലാവരും അനുഭവിച്ച ഈ വേദന നീ അനുഭവിക്കത്തില്ല. എല്ലാവരും ചുമന്നു കൊണ്ടുപോയ ഈ ശാപത്തെ നീ ചുമക്കത്തില്ല. ഇത് നീ മനസ്സിലാക്കുന്നതിന് മുൻപ് നിന്റെ മുൻപിൽ ഈ വഴി തുറന്നിരിക്കും. എന്താണ് ഈ വഴിയുടെ പ്രത്യേകത? ഈ വഴിയുടെ പ്രത്യേകത ഇത് നടക്കുക മാത്രമല്ല, ഈ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വഴിയിൽ കൂടി ചിലതിനെ കടക്കാൻ കഴിയും. 22-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം നടന്നെന്ന് പറയുകയാണെങ്കിൽ 26-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനം കടന്നെന്ന് പറയുകയാണ്. ആർക്കാ ഈ ദൂത് മനസ്സിലാകുന്നത്? നടക്കാൻ എളുപ്പമാണ്, പക്ഷെ ചിലതിനെ കടക്കാൻ പാടാണ്. ആർക്കായി ഇന്ന് രാത്രി ഇതൊന്നും മനസ്സിലാകുന്നത്? സിമ്പിളായി നടക്കാൻ എളുപ്പമാണ്, പക്ഷെ കടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ദൈവം വെട്ടിയ വഴിയാണോ നീ നടക്കണ്ട, നീ ചിലതിനെ കടക്കും. സ്വീകരിക്ക് ഈ ദൂതിനെ സ്വീകരിക്ക്. പാസ്റ്റർ, എനിക്ക് നടക്കാൻ പ്രയാസമില്ല, പക്ഷെ എനിക്ക് ചിലതിനെ കടക്കാൻ പ്രയാസമാണ്. പാസ്റ്റർ, ചില വഴി എനിക്ക് നടന്നു പോകാൻ എളുപ്പമാണ്, പക്ഷെ എനിക്ക് കടക്കാൻ കഴിയുന്നില്ല. ദൈവം വെട്ടിയ വഴിയാണോ നീ അതിന്റെ നടുവിൽ കടക്കുമക്കരയിൽ. ഇത് ഞാൻ പറയുമ്പോൾ കാണുന്നു, ആരുടെയൊക്കെയോ മുൻപിൽ തടസ്സമായി നിന്ന വൻമതിലുകളെ കടക്കാൻ കഴിയുന്ന അഭിഷേകം, ആ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ സ്വീകരിക്ക്. ഉടരബന ദുരിബിരി വൈഡബാല ഹംദരാദിയാംശലാറബ. ഒരു ഭയങ്കര അഭിഷേകം ഇന്ന് രാത്രിയിൽ ചലിക്കുന്നല്ലോ. ഒരു ഭയങ്കര അഭിഷേകം, ഒരു ഭയങ്കര സാന്നിധ്യം, ഒരു ഭയങ്കര സാന്നിധ്യം ഇന്ന് രാത്രിയിൽ. ഉടബരഗന ദുരബശുഡിബിലഗന ദുരിബി വൈഡബാന ഹംദലക്ഷ ഉടരാബിയാ തൊറോശിദീരിബി ഉടഹംദലം തിരിയാംശലറബ. എന്നോടുകൂടെ സാന്നിധ്യം പോരണം. എനിക്കിനിയും നടക്കാൻ പ്രയാസമാണ്, എനിക്കിനിയും കടക്കാൻ പ്രയാസമാണ്. എന്റെ കുഞ്ഞെ, ഈ വഴിയിൽ കൂടി നീ നിന്റെ അധ്വാനം എടുക്കണ്ട, നീ കടക്കും ചിലതിനെ. ഇന്ന് രാത്രിയിൽ സാന്നിധ്യം തുറന്ന വഴിയാണെങ്കിൽ നീ കടക്കും അതിൽ കൂടി. നടന്നു പോകാൻ വളരെ എളുപ്പമാണ്, പക്ഷെ പലതിനെയും കടക്കാൻ പ്രയാസമാണ്. പക്ഷേ യേശു നിനക്ക് വേണ്ടി ഒരു വഴി വെട്ടിയാൽ നീ നടക്കുകയല്ല, നീ കടക്കുകയാണ്. ഏത് പൈശാചിക മേഖല നിനക്കെതിരെ കെട്ടിയ വൻമതിലിനെയും ചാടി കടക്കുവാൻ കരുത്തു നൽകുന്നത് ദൈവ സാന്നിധ്യമാണ്. Come on. കരമടിക്കുന്നെങ്കിൽ നല്ലതുപോലെ കരമടിക്കണം. ഉപവാസത്തിന്റെ 9-ാം രാത്രിയിൽ ചിലതിനെ നോക്കി ഇനിയും നടക്കണ്ട, അതിന്റെ മുകളിൽ കൂടി കടന്നു പോകുക, അതിന്റെ മുകളിൽ കൂടി കടന്നു പോകുക, അതിനെ ഓവർകം ചെയ്യുക.
ഇന്ന് രാത്രിയിൽ എൻ്റെ അകത്ത് നല്ല ബോധ്യമുണ്ട്. ചിലർ ഈ ഉപവാസം എടുത്തതിന്റെ പ്രധാന കാരണം ചിലതിനെ കടന്നു പോകാനാണ്. ചിലതിൽ നിന്ന് ചിലതിലേക്ക് അതിജീവനത്തിന് വേണ്ടിയാണ്. അതിനെ ഓവർകം ചെയ്യാനാണ്. ഇന്നു രാത്രിയിൽ ഈ ദൂത് നിനക്കുള്ളതാണ്. നീ ഉപവസിച്ച ആ കാരണത്തിന്റെ മുകളിൽ കൂടി അപ്പുറത്തേക്ക് ഈ 9-ാം രാത്രിയിൽ നീ കടന്നു കയറുകയാണ്. നിന്റെ സാമ്പത്തിക ഭാരത്തിന്റെ മുൻപിൽ, നിന്റെ രോഗത്തിന്റെ മുൻപിൽ, നിന്റെ കടഭാരത്തിന്റെ മുൻപിൽ, നിന്റെ തലമുറയുടെ നിരാശപ്പെടുത്തിയ വിഷയത്തിന്റെ മുൻപിൽ ഇന്നു രാത്രിയിൽ അതിനെ കടന്നു കയറുക. സ്വീകരിച്ച് ഇതിനെ സ്വീകരിച്ച് ചില നിമിഷങ്ങൾ കരങ്ങളടിച്ച് ഇതിനെ സ്വീകരിച്ച് ഭയങ്കര ആത്മപകർച്ച ഇതിന്റെ അകത്ത് നടക്കുന്നു. നാളിതുവരെ നീ അനുഭവിക്കാത്ത ഒരാത്മ സാന്നിധ്യം അതൊരു പുതപ്പായി നിന്നെ മൂടുന്നത് ഞാൻ കാണുന്നു. സാന്നിധ്യം നിന്നെ ഏതു പ്രയാസത്തിൽ കൂടിയും കടത്തിവിടും. ഏത് വൻമതിലുകളും നിനക്ക് കടക്കാനുള്ള സഹായം സാന്നിധ്യം തരും. നീ ചുമക്കുന്നത് എത്ര വലിയ ഭാരമാണെങ്കിലും, ആ ഭാരത്തിന് എത്ര കനമുണ്ടെങ്കിലും അതിനെ നിനക്ക് അതിജീവിക്കുവാൻ സാന്നിധ്യത്തിന് സഹായിക്കും. അല്ലൊരാമേൻ പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞേ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തു പറ, ഞാൻ ഇനിയും നടക്കുകയല്ല, കടക്കാൻ പോകുകയാ. ഞാനിനി കടക്കാൻ പോകുകയാ. നടന്ന് 1800 രൂപയുടെ എൻ്റെ ബുള്ളാനിന്റെ ഷൂ തേഞ്ഞ് ഇതുവരെ എനിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാന്നിധ്യവുമായി നീ പോ. ഇനിയും നീ നടന്ന് ചെരുപ്പ് മേടിച്ച് ഊപ്പാട് വരണ്ട. നീ ഇനിയും നടക്കുകയല്ല, നീ ഇനി കടക്കാൻ പോകുകയാ. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചിലരെത്ര പരിശ്രമിച്ചിട്ടും ജയിക്കാൻ കഴിയാത്ത ചിലതിനെ ഇന്നു രാത്രിയിൽ ജയം കൊണ്ടുവരുന്നല്ലോ. IELTS എഴുതി ഞാൻ മടുത്തു. OAT അറ്റൻഡ് ചെയ്ത് ഞാൻ മടുത്തു. റീടേക്കുകൾ എഴുതി ഞാൻ മടുത്തു. ഇന്നു രാത്രിയിൽ ഞാൻ എന്തിനു കൈവച്ചാലും പരാജയമേ. ഹലോ, എനിക്ക് നിന്നോട് പ്രവചിക്കാനുണ്ട്. ഇന്നു രാത്രിയിൽ നിന്റെ ബുദ്ധി കൊണ്ട് കഴിയാത്തത്, ഇന്നു രാത്രിയിൽ നിന്റെ കഴിവ് കൊണ്ട് കഴിയാതെ നിനക്കും നടക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത് ഇന്നു രാത്രിയിൽ ഈ സാന്നിധ്യം അതിനെ കടത്തിവെട്ടുകയാണ്. സാന്നിധ്യമുള്ളവൻ നടക്കുകയല്ല, സാന്നിധ്യമുള്ളവൻ കടക്കുകയാണ്. പറഞ്ഞേ, ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, എൻ്റെ അകത്തൊരു ബോധ്യമുണ്ട്. ഇന്ന് രാത്രി ആരൊക്കെയോ ഒത്തിരി കാര്യങ്ങളെ കടക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ മെറ്റീരിയൽ ബ്ലെസ്സിങ് മാത്രമല്ല, യഥാർത്ഥ വിശുദ്ധ ജീവിതത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ ഒരു ആത്മസാന്നിധ്യത്തിനെ അബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ ഫ്ലഷിന് കഴിയാത്തത് ഈ സാന്നിധ്യത്തിന് ചെയ്യാൻ കഴിയും. നിന്റെ ബോഡിക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ സാന്നിധ്യത്തിന് ചെയ്യാൻ കഴിയും. നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത നിന്റെ വികാരങ്ങൾക്ക് ഈ അഭിഷേകം, ഈ സാന്നിധ്യം നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നിന്റെ അഡിക്ഷനുകൾ ഈ സാന്നിധ്യം നിന്നെ ഫ്രീ ആക്കിക്കും. നീ എന്തിലെങ്കിലും അഡിക്റ്റ് ആണെങ്കിൽ ഈ സാന്നിധ്യം അതിൽ നിന്നും നിനക്ക് പുറത്തു വരാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോടായി ഞാൻ പറയാം, നിങ്ങൾ എന്തിനെങ്കിലും അടിമയാണെങ്കിൽ, നിങ്ങളുടെ സ്വയം പ്രയത്നത്താൽ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ സംസാരിക്കുകയാണ്. നിങ്ങൾക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. അതിനെ കടന്ന് നിങ്ങൾക്കപ്പുറമായ ഒരു ജീവിതമുണ്ട്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഈ സാന്നിധ്യത്തെ അനുഭവിക്കുക. ഭയമെന്ന് പറഞ്ഞാൽ അസാധാരണ ഭയമാണ്. യഥാർത്ഥത്തിൽ ഈ പത്രോസ് ക്രൂശിൽ യേശു കിടക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഈ പറച്ചില് യഹൂദന്മാരോടാണെങ്കിൽ ഞാൻ പറയുക, പത്രോസിനോട് യേശു ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പീഡനങ്ങൾ ചെയ്തവർ മുഴുവൻ യഥാർത്ഥത്തിൽ യേശു ആരാണെന്ന് അറിഞ്ഞു കാണത്തില്ല. പക്ഷെ യേശുവിനെ
തള്ളിപ്പറഞ്ഞ പത്രോസ് അറിഞ്ഞിട്ടില്ലയോ? യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ അറിവ്? ശിഷ്യന്മാർ പറയുകയാണ്, നീ ആരാണെന്നുള്ള അറിവിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നീ യോഹന്നാൻ സ്നാപകനായിരിക്കാം, നീ ഏലിയാവോ യെരമ്യാവോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ദൈവവുമായി ബന്ധമുള്ള ഒരുവൻ പറയുകയാണ്, ഇവർ പറയുന്ന വാർത്തയെല്ലാം വ്യാജമാണ്. എനിക്കറിയാം നീ ആരാണെന്ന്. നീ നസ്രയനായ യേശുക്രിസ്തുവാണ്, നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ ക്രിസ്തുവാണ്. യേശു തന്നെ പറയുകയാണ്, ഈ വെളിപ്പാട് മാനുഷികമല്ല, ഇത് സ്വർഗത്തിലിരുന്ന എൻ്റെ പിതാവ് നിനക്ക് പ്രദർശിപ്പിച്ച ഈ വെളിപ്പാടാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവൻ തള്ളിപ്പറയുകയാണ്. ഇവൻ അറിയാത്തത് കൊണ്ടാണ് പറഞ്ഞതെന്നുള്ള വാർത്ത എളുപ്പത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ ഭയമാണ് ഇത് പറയിപ്പിച്ചത്. ഇവന്റെ അറിവില്ലായ്മയല്ല, ഇവന്റെ അകത്ത ഭയമാണ്. ഞാൻ കണ്ട ഒരാൾ പോയിരിക്കുകയാണ്, ഇനിയും അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ക്രൂശിൽ കയറാൻ പോകുകയാണ്. ഭയമാണ് പറയിപ്പിച്ചത്. പക്ഷേ ഈ ഭയം മാളിക മുറിയിൽ പൊട്ടിമാറുകയാണ്. ഈ ഭയം മാളിക മുറിയിൽ തകർന്നു പോകുകയാണ്. എങ്ങനെയാണ് തകർന്നു പോയത്? ഇവൻ പറഞ്ഞ യേശുവിനെ ഇവൻ ദൈവരൂപത്തിൽ കാണാൻ പോകുകയാണ്. പറയാം ഞാൻ, യേശു കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 40 രാവും 40 പകലും വീണ്ടും ഭൂമിയിൽ പാർത്തു. ഏകദേശം 500 പേരുടെ മുൻപിൽ യേശു പ്രത്യക്ഷനായെന്ന് തെളിവുകളുണ്ട്. ഇത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഏതാണ് യേശു? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. അപ്പോൾ ഈ 40 രാവും 40 പകലും വെളിപ്പെട്ടു വരുന്ന യേശു മനുഷ്യനായിരിക്കത്തില്ല. ഈ ക്രൂശീകരണ മേഖലകളിൽ മുഴുവൻ കടന്നു പോകുന്നത് യേശു മനുഷ്യാവതാരത്തിലാണെങ്കിൽ 3 ദിവസം കല്ലറയിൽ കിടന്ന യേശുവിന്റെ ഫ്ലഷ് ഇപ്പോൾ ഇല്ല. മൂന്നാമത്തെ പകലിൽ ഉയർത്തെഴുന്നേറ്റ യേശു ദൈവരൂപത്തിലാണ്. കഴിഞ്ഞ 3.5 വർഷം കണ്ട യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യനെയും കൂടെ പരിചയപ്പെട്ട പത്രോസിന്റെ അകത്ത് ഭയം വന്നെങ്കിൽ അടുത്ത 10 ദിവസം മാളിക മുറിയിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നെന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്. പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് ചരിത്രം അറിയാവുന്നവർക്കറിയാം, 50-ാം ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്തിട്ട് 10 ദിവസം ഇവർ മാളിക മുറിയിൽ ഇരിക്കുകയാണ്. യേശു 3.5 വർഷം കൂടെ ഉണ്ടായിരുന്നിട്ടും അടുത്ത സെക്കൻഡിൽ യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ പത്രോസ് 10 ദിവസം പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ യേശുവിനോട് കൂടെ പത്രോസിനോട് കൂടെ യേശുവില്ല. യേശു എവിടെയാണ്? യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. നിങ്ങൾ നോക്കി നിൽക്കുന്നതാരെ? നിങ്ങൾ കാണുക, സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരും എന്ന പ്രതീക്ഷയോടെ ഒരു ജനത പ്രാർത്ഥിക്കാൻ കയറി 10 ദിവസം ഇരിക്കുമ്പോൾ എൻ്റെ ചോദ്യം, 3.5 വർഷം കൂടെ നടന്നിട്ടും ഭയപ്പെട്ട ഈ പത്രോസ് എങ്ങനെ 10 ദിവസം ഇരുന്നു? യേശു ക്രൂശിക്കപ്പെട്ട അടുത്ത സെക്കൻഡുകളിൽ യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ പത്രോസെ, 10 ദിവസം ഈ മാളിക മുറിയിൽ നിന്നെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ 10 ദിവസം നിന്റെ അകത്ത് ബലം നൽകിയ കാരണം എന്താണ്? പത്രോസിന് പറയാനുള്ള ഒറ്റ കാരണമാണ്, 3.5 വർഷം യേശുവിനെ ഞാൻ കണ്ടെങ്കിൽ 40 ദിവസം യേശുവിനെ ഞാൻ അനുഭവിച്ചു. 3.5 വർഷം യേശുവിന്റെ കൂടെ ഞാൻ നടന്നത് യേശുവിന്റെ മനുഷ്യരൂപം കൂടെ കണ്ടാണെങ്കിൽ കഴിഞ്ഞ 40 പകലും കഴിഞ്ഞ 40 രാവും കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ ഞാൻ മനുഷ്യന്റെ രൂപം കണ്ടിട്ടില്ല. ഞാൻ കണ്ട രൂപമുണ്ട്. തേജസ് വാരിയുടുത്തവനായി സാക്ഷാൽ ദൈവപുത്രനോട് സാദൃശ്യനായ സാക്ഷാൽ ദൈവമായ ക്രിസ്തുവിനെ 40 ദിവസം അനുഭവിച്ച എനിക്ക് ഇനി ഭയമില്ല.
വലിയ പ്രസംഗ പരിചയമില്ലാത്തവൻ, പ്രഭാഷണത്തിൽ ആമേൻ അറിവില്ലാത്തവൻ, പ്രസംഗിച്ച് ഒത്തിരി സ്റ്റേജുകളുടെ പരിചയം ഇവനില്ല, ശുശ്രൂഷ ചെയ്ത് മുൻകാലഘട്ടങ്ങളിലെ അറിവ് ഇവനില്ല, ഒത്തിരി കുറവുകൾ ഇവനുണ്ട്. പക്ഷേ ഇവൻ സാന്നിധ്യത്തിന് മുൻപിൽ വിധേയപ്പെടുകയാണ്. പുതിയ നിയമ ആദ്യ സഭ പത്രോസിന്റെയാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ വിശ്വാസികൾ കയറിയത് പത്രോസിന്റെ സഭയിലാണ്. ആദ്യത്തെ സ്നാനം നടക്കുന്നത് പത്രോസിന്റെ കൈ കീഴിലാണ്. ഇവന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുകയാണ്. ഇവന്റെ റൂമാലുകൾ വീഴുമ്പോൾ രോഗികളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുകയാണ്. ഇവന്റെ റൂമാലിൽ പോലും അഭിഷേകം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവന്റെ റൂമാലിൽ പോലും ദൈവ സാന്നിധ്യത്തെ ചുമക്കുവാനുള്ള കാരണം ഇവൻ യേശുവിനെ അനുഭവിച്ചതാണ്. ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ പരിചയമല്ല, നീ യേശുവിനെ അനുഭവിക്കുക. സാന്നിധ്യം നിനക്ക് അനുഭവത്തെ തരും. സാന്നിധ്യം നിന്നിൽ അനുഭവത്തെ ഉളവാക്കും. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിർത്തുമ്പോൾ ഞാൻ വീണ്ടും രാവിലത്തെ പദം ആവർത്തിക്കുകയാണ്. നിനക്ക് ഈ സെലക്ഷൻ ലിസ്റ്റിൽ കയറുവാൻ ആഗ്രഹമുണ്ടോ? ഇതിനോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രിയിൽ വീണ്ടും ആ പദം ഞാൻ ആവർത്തിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിന്നെ സെലക്ട് ചെയ്യാൻ പോകുകയാണ്. പ്രസംഗ തഴക്കവും പഴക്കവും ഇല്ലാത്ത, അറിവില്ലാത്ത പത്രോസ് പുതിയ നിയമസഭയിലെ ഏറ്റവും നല്ല പ്രഭാഷകനായെങ്കിൽ, ഈ പത്രോസ് 3000 പേരെ സ്നാനക്കുളത്തിൽ ഇറക്കി നിർത്തിയെങ്കിൽ, 3000 പേര് സ്നാനപ്പെട്ടത് രോഗികൾ സൗഖ്യമായിട്ടാണ്, ഭൂതം വിട്ടുപോയിട്ടാണ്. ഒത്തിരി ദൈവപ്രവർത്തികൾ ജനതയുടെ നടുവിൽ നടന്നപ്പോഴാണ് 3000 പേര് സമർപ്പിക്കപ്പെടുന്നത്. ഇന്ന് പകൽ ഞാൻ പറയാം, നിന്നെ യേശു തിരഞ്ഞെടുക്കുകയാണ്. ഈ പട്ടണം നിന്റേതാണ്, ഈ ദേശം നിനക്കുള്ളതാണ്, ഈ ചർച്ച് നിന്റേതാണ്, ഈ ചാണി എന്ന ദേശവും ഈ കാഞ്ഞിരക്കുളവും നിന്റെ കൈ കീഴിലാണ്.